തുടങ്ങിയ കാര്യങ്ങൾ തുടങ്ങി അറുക്കുന്ന സമയത്ത് കത്തി പ്രത്യേകം മൂർച്ച കൂട്ടുക, പിന്നെ കിബിലയിലേക്ക് തിരിച്ചു കിടത്തുക തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി പൂർണ്ണമായി ചൊല്ലുക, പിന്നെ സ്വലാത്ത് ചൊല്ലുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പണ്ട് പറഞ്ഞ അറവിന്റെ അവിടെ പറഞ്ഞ സുന്നത്തുകളൊക്കെ ഹഖീഖ അറവിലും പരിഗണിക്കേണ്ടതാണ്. മൂന്നാമത്തേത് യഖൂല ഇൻദ ദബ്ഹി, അറുക്കുന്ന സമയത്ത് പ്രത്യേകം ചൊല്ലുക. അവിടെ നമ്മള് ഉദൂയത്തിന്റെ അവിടെ പറഞ്ഞല്ലോ 6 തക്ബീർ ചൊല്ലുകയും ദുആർക്കവും ആണെന്ന് പറഞ്ഞു. ആദ്യം 3 തക്ബീർ ചൊല്ലുക, എന്നിട്ട് ബിസ്മില്ല, സ്വലാത്ത് ഇല്ല, അതിനുശേഷം 3 തക്ബീർ വീണ്ടും ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഹാദാ മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി എന്ന് പറഞ്ഞല്ലോ. അതിന് പകരം ഇവിടെ എന്ത് പറയാ? അയ്യഖൂല ഇൻദ ദബ്ഹി, ഹഖീഖ അറുക്കുന്ന സമയത്ത് പറയുക ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയലാണ് ഏറ്റവും നല്ലത്. അതിന്റെ ചുരുങ്ങിയ രൂപം ബിസ്മില്ലാ എന്ന് മാത്രമാക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു അക്ബർ. സ്വലാത്തും ചൊല്ലണം. അത് സാധാരണ അവിടെ ആദ്യം പറഞ്ഞു പോയി. ആദ്യം പറഞ്ഞ ബിസ്മി ചൊല്ലുക മുഴുവനായിട്ട്, പിന്നെ സ്വലാത്ത് ചൊല്ലുക. അത് അറവിന് സുന്നത്ത, അത് പണി പാലിക്കുക. അതിന്റെ പുറമെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ലക വ ഇലൈക, അല്ലാഹുമ്മ പഠിച്ചോനെ, ലക നിന്റെ പൊരുത്തത്തിന് വേണ്ടി തർക്കുന്നു, വ ഇലൈക നിന്റെ മാർഗത്തിലേക്ക് വേണ്ടി നീ പൊരുത്തപ്പെട്ട അല്ലെങ്കിൽ നീ തൃപ്തിപ്പെട്ട അതല്ലെങ്കിൽ നീ കൽപ്പിച്ച മാർഗത്തിലേക്ക് വേണ്ടി ഞാനിതാ ബലി നടത്തുന്നു. അല്ലാഹുമ്മ പഠിച്ചോനെ, ആദിഹി ഈ മൃഗം അഖീഖത്തു ഫുലാൻ ഇന്ന കുട്ടിയുടെ അഖീഖത്താവുന്നു. അപ്പൊ കുട്ടിന്റെ പേര് ആദ്യം ഇടണം എന്നതിൽ വന്നല്ലോ. അതിന് പറയും പേരിട്ടില്ലെങ്കിൽ പിന്നെ എന്റെ കുട്ടിക്ക് എന്ന് പറയാൻ പറ്റുമോ? കുട്ടിക്ക് പേരില്ലല്ലോ, പേരാദ്യം ഇടണം. പേരിട്ടതിന് ശേഷമാണ് അഖീഖ അറക്കേണ്ടത്. നമ്മളെ നാട്ടില് ഖിയാമത്തിന്റെ ഒരു നടപടിയുണ്ട്. എന്താ കാട്ട, ഓരോരോ വിവരമില്ലാത്ത കാര്യങ്ങൾ. അതാണെങ്കിലോ വലിയ വേദവാക്യം പോലെ ആചാരമാണ്. അതായത് നമ്മളെ നാട്ടിൽ ഏത് കാര്യങ്ങളിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ കുറച്ച് അനാചാരങ്ങൾ കയറ്റിക്കൂട്ടും. അതിൽപ്പെട്ടൊരു അനാചാരമാണ് ഈ കുട്ടിയെ മുടി കളയാൻ വേണ്ടി ഈ കുട്ടിയുടെ ഉമ്മ ബാപ്പന്റെ സഹോദരിയുടെ മടിയിൽ, ചെറുപ്പക്കാരത്തി പെൺകുട്ടി അയക്കും, ഓള് കുട്ടിയെ മടിയിൽ വെക്കുക. എന്നിട്ട് അന്യരിക്കുന്ന ഒരു പുരുഷൻ ആവുന്ന ഒരു ഒസാങ്കാക്ക മുടി കളയാം. എവിടത്തെ ശരിയത്ത ഇതൊക്കെയാണ്? അത് ചില നാട്ടിൽ ഭയങ്കര പ്രശ്നമായി പോവും. കാരണം ഈ പെങ്ങൾക്ക് മടിയിൽ വെച്ച് മുടി കളയാ എന്ന് പറയുന്ന ഓളൊരു അവകാശ. അത് വകവെച്ചു കൊടുക്കാതിരുന്നാൽ ആ കുടുംബം തന്നെ തമ്മിൽ തെറ്റും. അന്യ പുരുഷന്മാര് കൂടി നിൽക്കുന്നതിന്റെ ഇടയിൽ ഈ അന്യ പെൺകുട്ടി ഈ ചെറിയ പൈതൽ കുട്ടിനെ മടിയിൽ വെച്ചിട്ട് ഈ ഒസാം കാക്കാന്റെ മുന്നിൽ ഇരുന്ന് കൊടുക്കുക. ഇപ്പൊ ഏനും ഫോട്ടാണല്ലോ, അതിനെന്നിട്ട് മൊബൈൽ ക്യാമറയും അല്ലാത്ത വീഡിയോ ക്യാമറയും ഒക്കെ വെച്ചിട്ട് അത് ചിത്രീകരിക്കുക. എന്തൊക്കെ അനാചാരങ്ങളാണ് നമ്മൾ വരുത്തി വെക്കുന്നത്. എന്നാ തിരക്കടില്ല, ഒരു പെണ്ണ് മുടി കളഞ്ഞോട്ടെ, ഓള് മടിയിൽ വെച്ചോട്ടെ, നമുക്ക് കുഴപ്പമില്ല. ഇല്ല, ഈ അന്യ പുരുഷനാണ് മുടി കളയുന്നതെങ്കിൽ അവിടെ പുരുഷന്മാരില്ലേ, അവരാരെങ്കിലും ആ കുട്ടീനെ മടിയിൽ വെച്ചോട്ടെ. ഒന്ന്. വേറൊരു കുഴപ്പം, കുട്ടിനെ മടിയിലും വെച്ച് ഒസാം കാക്ക കത്തിയായിട്ട് ഈ പെൺകുട്ടി കുട്ടിനെ മടിയിലും വെച്ച് ഇങ്ങനെ കുത്തിരിക്കുക. അപ്പുറത്ത് വല്ലാക്ക കത്തിയായിട്ട് ഈ കാളനെ അല്ലെങ്കിൽ ഈ പോത്തിനെ കെട്ടി തള്ളിയിട്ടിട്ട് ഇങ്ങനെ നിൽക്കുക. എന്നിട്ടുണ്ട് ഞങ്ങളവിടെ ഓമാരി ആർച്ചയ്ക്ക് ഒരു വെടി പൊട്ടിച്ചലുണ്ട്. ഇനി പണ്ട് ചോറ് വിളമ്പാൻ തുടങ്ങുമ്പോ ഒരു വെടി പൊട്ടിക്കൽ എന്നതുപോലെ ഒരു ഒച്ച. ആ ഒച്ച കേട്ടാൽ എന്താക്കണം? ഒസാം കാക്ക കുട്ടിന്റെ തലയിൽ മുടിക്ക് കത്തി വെക്കലും വല്ലാക്ക പോത്തിന്റെ കൗത്തിൽ കത്തി വെക്കലും രണ്ടും കൂടി ഒപ്പം. ഏത് അടുപ്പിന്ന് കിട്ടിയ നിയമാണ് അതൊക്കെ? അല്ലാഹു റസൂലുള്ളാഹി. നോക്കിയാണി, എനിക്കെന്നെ സ്വന്തം അനുഭവം ഉണ്ടായതുണ്ട്. അപ്പൊ അത് നിർസുന്ന് വിട്ടുപോകല. പക്ഷെ നാട്ടിൽ നടക്കുന്ന ഒരു അനാചാരം ആയതുകൊണ്ട് പറയാം. എന്റെ അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടില്
പറഞ്ഞേക്ക് മോളെ കുട്ടിന്റെ മുടി കളച്ചില്. അപ്പോ മോളെ ഭർത്താവ് ഗൾഫുകാരനാ, അയാളെ ബാപ്പുണ്ട് ഒരു പുത്തൻ പൈസക്കാരനായതുകൊണ്ട് ഒരു പൊങ്ങച്ചത്തിന്റെ കാക്കെ കുറച്ചൊരു ജമാഅത്തിന്റെ ചൊയ്യുണ്ട്. ഇയാൾ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്, പൂത്തിൽ കട്ടിത്തള്ളിട്ടിട്ട് മുടി കളയാനാവുമ്പോ പറയണട്ടോ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞു, എന്റെ സ്വന്തം വീട് പോലത്തെ എനിക്ക് ബന്ധമുള്ള വീടാ. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല വേണ്ടത്, കുട്ടിക്ക് ആദ്യം പേരിട്ടാളി, എന്നിട്ട് അക്കിക്ക് അർത്ഥോട്ടെ, അർത്ഥിട്ട് മുടി കളയാം. അപ്പൊ ഞാൻ അവിടുത്തെ ആരാന്നൊന്നും ഈ കാക്കാക്ക് അറിയില്ല. അപ്പൊ മൂപ്പര് കരുതിന്റെ നീളം എന്റെ സാധാരണ മറ്റേ ആ മോല്യാര് കുപ്പായും തലയെക്കെട്ടും ഒക്കെ കണ്ടപ്പം പള്ളിക്കുന്ന് ഒരു വിളിച്ചിരുത്തിയ മോല്യാരേക്കൊന്ന് കാക്ക മനസ്സിലാക്കി. കാക്ക പറഞ്ഞു, നിങ്ങളോട് മസാല ഒഴിച്ചിട്ടില്ല, ഇവിടെ മസാല അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒഴിച്ചിട്ടില്ല. ഞാൻ പിന്നൊന്നും പറഞ്ഞില്ല, അയാളെ മാൻകുട്ടിന്റെ അല്ലേ പറഞ്ഞു കൊടുത്ത്. പിന്നീടാണ് അയാൾക്ക് മനസ്സിലായത് ആ വീട്ടിലെ അത്യാവശ്യപ്പെട്ട ആളാണ് ഞാനെന്ന്. പിന്നെ അതിന്റെ ശേഷം എന്നെ കാണുമ്പോ അയാൾക്കൊരു ചെറുപ്പാണ്. അപ്പൊ എന്തേ പറഞ്ഞെന്ന് വെച്ചാല്, ഒരു ഉസ്താദ് പറഞ്ഞു കൊടുത്താൽ പോലും അയാളെ അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറാൻ മാത്രം ഈ അന്ധവിശ്വാസം നമ്മുടെ നാടുകളിൽ പ്രചരിച്ചിരിക്കുന്നു. കുട്ടിന്റെ തലയിലെ മുടി കളയാൻ കത്തിവെക്കലും ബലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെക്കലും ഒപ്പമായിരിക്കണം. അങ്ങനെ ഇസ്ലാമിൽ ഒരു അഭിപ്രായവും ലോകത്തൊരു ഇമാമിനുമില്ല. ഏതോ ജാഹിലിയങ്ങൾ കെട്ടിപ്പടച്ചുണ്ടാക്കിയ കള്ളച്ചരക്കാണത്. മറിച്ച് വേണ്ടത് എങ്ങനെയാണ് അത് പറയട്ടെ. ബലിമൃഗത്തെ അറുക്കലാണ് സുന്നത്ത്. സൂര്യോദയ സമയത്ത് അറക്കേണ്ടത് രാവിലെ സുബി കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചു വരുന്ന സമയത്താ. എന്നായിരിക്കുക സാബ്യവിരാദത്തി, ഈ കുട്ടി ജനിച്ച 7-ാം ദിവസം, ജനിച്ച അന്ന് തൊട്ട് 7-ാമത്തെ ദിവസമാണ് അറക്കേണ്ടത്. എങ്ങനെ? ബഅദത്തസ്മിയതിഹി, കുട്ടിക്ക് പേര് വിളിച്ചതിന് ശേഷം അറുക്കണം. വഖബ്ല ഹൽഖിഹി, കുട്ടിയുടെ മുടി കളയുന്നതിന് മുമ്പായിരിക്കുകയും വേണം. അപ്പൊ ഇതിന്റെ തർത്തീബ്, 7ന്റെ അന്ന് കുട്ടിക്ക് പേര് വിളിക്കുക. ആദ്യം പേര് വിളിച്ചതിന് ശേഷം കുട്ടിക്ക് വേണ്ടി അഖീഖ മൃഗത്തെ അറക്കുക. അറുത്തതിന് ശേഷം കുട്ടിയുടെ മുടി കളയുക. ഇങ്ങനെ വേണ്ട. അത് നമ്മൾ പെരുന്നാളിന്റെ അന്നില്ലേ, ഹജ്ജിനെന്ന ആജാമാര് പെരുന്നാളിന്റെ അന്ന് രാവിലെ ആദ്യം ജംറത്തുൽ അഖബയിലേക്ക് കല്ലെറിയ, അത് കഴിഞ്ഞിട്ട് ബലി അറക്കുക, അത് കഴിഞ്ഞിട്ട് മുടി കളയുക. അങ്ങനെയാണല്ലോ സുന്നത്ത്. എന്നതുപോലെ അഖീഖത്ത് അറക്കുമ്പോ 7ന്റെ അന്ന് രാവിലെ സൂര്യ ഉദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് ആദ്യം പേരിടുക, അതിന് ശേഷം അഖീഖ അറക്കുക. അഖീഖ അറക്കുമ്പോ കുട്ടിന്റെ പേര് പറയണം. ഇന്ന കുട്ടിക്ക് വേണ്ടി ഉള്ള അഖീഖത്താണ് കേട്ടോ. അല്ലാഹുമ്മ ഹാദിഹി അഖീഖത്തു ഫുലാൻ, ഇന്ന കുട്ടിയുടെ അഖീഖത്താണ് എന്ന് പറയുമ്പോ പേര് വേണമല്ലോ. അപ്പൊ ആദ്യം പേരിടുക, എന്നിട്ട് അറക്കുക. അറുത്തതിന് ശേഷം എന്ത് ചെയ്യുക? മുടി കളയുക. അങ്ങനെയാണ് സുന്നത്ത്. അല്ലാതെ ഏത് അടുത്തുനിന്ന് പൊന്തി വന്നതാണ് കുട്ടിന്റെ തലയിലെ മുടി കളയലും കത്തിവെക്കലും ഈ മൃഗത്തിന്റെ കൗത്ത് കത്തിവെക്കലും ഒന്നാണം എന്ന് പറഞ്ഞ ഏതോ ഇബ്ലീസ് കയറ്റിക്കൊണ്ടുവന്ന ഒരു കള്ളച്ചരക്കാണ്. അതുകൊണ്ട് ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടും. വെറുതെ ചെയ്യുന്ന കാര്യത്തിൽ സുന്നത്ത് കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആ തർത്തീബ് വയ്ക്കണ്ട. ആദ്യം കുട്ടിക്ക് പേരിടുക, 2ാമത് കുട്ടിക്ക് വേണ്ടി അഖീഖ അറക്കുക, 3ാമത് കുട്ടിയുടെ മുടി കളയുക. അങ്ങനെയാണ് തർത്തീബ്. 5 ഒരു നടക്കാൻ പ്രയാസമുള്ള സുന്നത്ത, പറ്റുങ്കി അർത്തിക്കോളി. അല്ലായക്സറ അൽമഹ, ഈ ബലിമൃഗത്തിന്റെ എല്ല് പൊട്ടിക്കാതിരിക്കുക. തീരെ പൊട്ടിക്കാതെ എങ്ങനെ പിന്നെ ഇന്ന് കിട്ടുക? അതിനെ പറയുന്ന ഖദറൽ ഇംകാൻ, സാധിക്കുന്നിടത്തോളം കൊത്തിക്കറക്കുക. സാധാരണ അങ്ങനെയാണല്ലോ, ഭാര്യയെല്ലൊക്കെ സാധാരണ കറച്ച് കഷ്ണാക്കും. അങ്ങനെ കഴിയുന്നതും കഷ്ണാക്കാതിരിക്കുന്നതും നന്ന്. ഇത്രയും ഇതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. 6 അയ്യുഅ്തിയൽ ഖാബിലത, വയറ്റാട്ടിക്ക് കൊടുക്കണം. അർജിലൽ യുംന, വലത്തെ കാല് മുഴുവനായിട്ട്. നീ അതന്നെ പച്ച മാംസമായിട്ട്. അപ്പൊ നമ്മൾ നോക്കുക,
ഒരു 2 കിൻഡല് 2.5 കിൻഡലൊക്കെ ഉള്ള ഒരു പോത്താണെങ്കിൽ ആ പോത്തിന്റെ വലത്തെ കുറഞ്ഞ് തന്നെ ഉണ്ടാവും ഒരു 30-35 കിലോ. ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ കണ്ണുകടിയാട്ടണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് നിർദ്ദേശിച്ചത്. വലത്തെ കുറവ് വയറ്റാട്ടിക്ക് കൊടുക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതാണ് കൊടുക്കുക. സദക്കന്റെ കൂലിട്ടല്ലേ വേണ്ടത്, അത് കിട്ടും. അതിന് ഇപ്പോഴത്തെ കാലത്ത് വയറ്റാട്ടില്ല, അവിടെ പ്രശ്നം. മുമ്പൊക്കെ വീടുകളിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യാൻ വേണ്ടി വയറ്റാട്ടികളുടായിട്ട് ഈ ബാർബർമാരുടെ ഭാര്യമാര് നല്ല വിദഗ്ധകളായ ഉമ്മമാരുണ്ടായിരുന്നു. അവരാണെങ്കിൽ കുറച്ച് വിവരമുള്ളവരാണെങ്കിൽ അതിന് വേണ്ട ദിക്റുകളും ദുആവും ഒക്കെ ചൊല്ലുകയും ചെയ്യും. അതോടുകൂടി വളരെ ഭക്തിയോടും ദീനിയായ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ടും പ്രസവം റൂമിനെ ദീനിയായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ അക്കാലത്തൊക്കെ പറ്റിയിരുന്നു. ഇന്നത് പറ്റിയ നാട്ടിൽ നിന്ന് പോയി. ഒരു കാരണം എന്താ? അതിന് വിദഗ്ധകളായ ആളുകൾ ഇന്ന് ഇല്ല. രണ്ടാമത്തേത്, ഇപ്പൊ ഉള്ള ആൾക്കാർക്കൊക്കെ ഗർഭം എന്ന് പറയുന്നത് ഈ ക്യാൻസർ ഒക്കെ പോലെ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ ഒക്കെ പോലെയുള്ള ഒരു കിഡ്നി രോഗമൊക്കെ പോലെയുള്ള ഒരു ഭീകരമായ രോഗം പോലെയാണ്. ഗർഭം ഉണ്ടാണെന്ന് കേട്ട 5 സ്റ്റാർ ആശുപത്രിയിൽ ബുക്ക് ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് മാസത്തിൽ 3 വട്ടം 4 വട്ടം ഡോക്ടർ അടുത്തേക്ക് പോകും. അതെന്തോ ഒരു ഗുരുതരമായ സൂക്കേടാണോ? എന്നിട്ട് വലിയ സ്റ്റാർ ഹോസ്പിറ്റല് ചിലപ്പോഴാണെങ്കിൽ RSSകാരൻ്റെ ആയിരിക്കും, അതല്ലെങ്കിൽ നസ്രാനിന്റെ ഇക്കാരം. എന്നിട്ട് അവിടെ ബുക്ക് ചെയ്യാം. ഈ പ്രസവ റൂമിന്റെ അവസ്ഥ അള്ളാഹ്ക്കല്ലാതെ അറിയില്ല. അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ആണും പെണ്ണും കൂടിക്കലർന്ന് അതിന്റെ ഇടയിൽ പാട്ടും കൂത്തുമായി. തന്നെയല്ല, ഇപ്പോഴത്തെ ചില വർഗീയവാദികളുടെ പ്രത്യേക ശിക്ഷണം ലഭിച്ച ചില സിസ്റ്റർമാർ, ഹിന്ദുക്കളാണെങ്കിൽ അവരുടെ ചില പ്രത്യേക ആചാരവാക്യങ്ങൾ ഉച്ചരിക്കുക, ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ ചില മതപരമായ ആചാരവാക്യങ്ങൾ ഉച്ചരിക്കുക, ബാക്കി ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നേരം പോക്കും തമാശയും അനാവശ്യവും സംസാരിക്കുക. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മക്ക് കുട്ടികളെ കിട്ടുന്നത്. അപ്പോത്തിന് പിന്നെ ബാങ്ക് കൊടുക്കുക, ഒന്നും പറയണ്ട. പണ്ടെന്റെ ഉമ്മാക്ക് സുഖമില്ലാതെ കൊണ്ടോട്ടി ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ഞാനന്ന് കാവനൂര് ഇറച്ചിർത്തുക. അസംസ്കരിച്ചിട്ട് ഞാൻ കാവനൂരിന്ന് പോകും കൊണ്ടോട്ടിക്ക്. അപ്പൊ ഏകദേശം മഗ്‌രിബിന്റെ മുമ്പ് അവിടെ എത്തും. അപ്പൊ ഒരു മധ്യവയസ്കനായ ഒരു കാക്ക, കണ്ടാ നല്ലൊരു കാക്ക, അത്യാവശ്യം ചെറിയ വെട്ടുതാടിയുണ്ട്, തലയെ കെട്ടുണ്ട്, ഒരു അരക്കൈയുള്ള ഉപ്പായിട്ടിട്ട് ഒരു നാടൻ കാക്ക. ഇയാള് വന്നിട്ട് പറഞ്ഞ്, മൂല്യാരെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു, ബാങ്ക് കൊടുത്താൽ തരക്കടില്ല. ആയിക്കോട്ടെ, കുട്ടിനെ കൊണ്ടുവരി, എപ്പോഴാണ് പ്രസവിച്ചു ചോദിച്ചു. ഇന്നലെ രാത്രി പ്രസവിച്ചു. ഇന്നലെ രാത്രി പ്രസവിച്ച കുട്ടിക്ക് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവരാൻ പോണത് പിറ്റേന്ന് അസർ താന്നിട്ട്. പിന്നെ ആ ബാങ്ക് കൊണ്ട് എന്ത് കാര്യമുള്ളത്? അതാദ്യമായിട്ട് കുട്ടിന്റെ ചെവിട്ടിൽ കേൾക്കേണ്ടത് ബാങ്കാണ്. അവിടെ പുരുഷന്മാരില്ലെങ്കിൽ സ്ത്രീകൾ കൊടുത്താലും മതി, മുസ്ലിങ്ങളില്ലെങ്കിൽ അമുസ്ലിങ്ങൾ കൊടുത്താലും മതി. ആദ്യമായിട്ട് കുട്ടി അതാ. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അതിന് വളരെ അപൂർവമായി മാത്രമേ സൗകര്യമുള്ളൂ. ചില മുസ്ലിം മാനേജ്മെന്റുകളിൽ ശ്രദ്ധ ചെലുത്തുകയും അവരവിടുത്തെ ഡോക്ടർമാരെയോ അതല്ലെങ്കിൽ സിസ്റ്റർമാരെയോ തന്നെ ബാങ്ക് വിളിക്കാൻ ശീലിപ്പിക്കുകയും ചെയ്ത് നമ്മളെ ബഹുമാനപ്പെട്ട PMK ഫൈസി ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന നമ്മളെ ക്രസന്റ് ഹോസ്പിറ്റലിലൊക്കെ അതിനുള്ള സംവിധാനമുണ്ട്. അവിടെ ഉള്ള ഡോക്ടർ അല്ലെങ്കിൽ സിസ്റ്റർമാര് മുസ്ലിം കുട്ടികളുണ്ട്, നല്ല അച്ചടക്കമുള്ള കുട്ടികൾ. അവര് ബാങ്ക് കൊടുക്കും, മതി, ഒരു കുഴപ്പമില്ല. ഏതായാലും ആട്ടെ, വയറ്റാട്ടി ഉണ്ടായിരുന്ന സമയത്ത് ഈ കട്ടയെ കുറഞ്ഞ് വയറ്റാട്ടിക്കാ കൊടുക്കേണ്ടത്. ഇപ്പൊ ആണെങ്കിൽ ക്രിസ്ത്യാനിയുടെ ആശുപത്രിയിലുള്ള അച്ചായത്തിക്കാരൻ ചിലപ്പം ആണെങ്കിൽ, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കുന്ന ഡോക്ടറോ സിസ്റ്ററോ ആയിരിക്കും പ്രസവത്ത്. ഓർക്ക് പിന്നെ ഹക്കീകത്തിന്റെ കാര്യം കൊടുക്കാൻ പറ്റുമോ? അത് പറ്റൂല. അങ്ങനെ വയറ്റാട്ടി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കൽ സുന്നത്തുണ്ട്. ആട്ടെ, അഖീഖ മൃഗത്തിന്റെ മാംസം സദഖ ചെയ്യുക, മത്ബൂഹൻ വേവിക്കപ്പെട്ടതായിട്ട്. എങ്ങനെ? ബിഹുൽവിൻ, മധുരത്തോടുകൂടി. അത് ഇന്തോനേഷ്യക്കാരെ തിന്നുള്ളൂ, നമുക്ക് തിന്നാൻ പറ്റൂല മാത്രം. അതാണ് പ്രശ്നം. എന്ന് പറഞ്ഞാല്
നന്നായിട്ട് ചക്കര ഇട്ടിട്ട് ഇറച്ചി വെക്കുക. ചക്കര ഇറച്ചിയാക്കിയിട്ട് നമ്മളെ ആൾക്കാരന്ന് ഛർദിച്ചിട്ട് ബാക്കി ഉണ്ടാവില്ല ഇറച്ചിയിൽ ചക്കര ഇട്ടാണ്ട് കൊടുത്താലേ. പക്ഷെ അങ്ങനെയാണ് നല്ലതെന്നാ പറയുന്നത്. അപ്പൊ അതൊന്ന് നമ്മൾ തുടങ്ങേണ്ടി വരും. നന്നായിട്ട് അരീസയാക്കി വെക്കുക. ആടർത്തിട്ട് അരീസയായിട്ട് വെക്കുക. അതിൽ കുറച്ച് പഞ്ചാര ഇടുക, ഒന്നാം തരം. അങ്ങനെ നല്ലതെന്ന്. കുട്ടിന്റെ സ്വഭാവം നന്നാവാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. ഏതായാലും വട്ടെ. അപ്പോ മാംസം സദഖ ചെയ്യാന്ന് പറയുമ്പോൾ ആർക്കും നേരത്തെ നമ്മൾ പറഞ്ഞുപോയി, സുന്നത്തായതാണെങ്കിൽ അതിൽ നിന്ന് അല്പമെങ്കിലും സദഖ ചെയ്യൽ വുജൂബ്. എന്നാൽ ബർക്കത്തിന് വേണ്ടി അല്പം എടുത്തിട്ട് ബാക്കി മുഴുവനും സദഖ ചെയ്യൽ അതാണ് ഉത്തമം. എന്നാൽ 1/3 സ്വന്തത്തിനും കുടുംബത്തിനും എടുക്കുകയും 1/3 സദഖ ചെയ്യുകയും 1/3 കഴിവുള്ള ആളുകൾക്ക് അധികം കൊടുക്കുകയും ചെയ്താൽ അതും നല്ലതാണ്. അതൊക്കെ ഇപ്പൊ സുന്നത്തായതിൽ നിന്നിട്ട് നേർച്ചയാക്കിക്കൊണ്ടോ അതല്ലെങ്കിൽ മൃഗത്തെ നിർണയിച്ചുകൊണ്ടോ വുജൂബായതാണെങ്കിൽ അതിൽ നിന്നിട്ട് അവനോ കുടുംബമോ എടുക്കാൻ പാടില്ല. സമ്പന്നരായ ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. ഫക്കീർ മിസ്കീന്മാരായ ആളുകൾക്ക് മുഴുവനായും സദഖ ചെയ്യണം. അവിടെ അഖീഖത്തിന്റെ അതേ നിയമം തന്നെ, അല്ല ഉദൂഹിയത്തിന്റെ അതേ നിയമം തന്നെ. 8 അയ്യുർസിലഹു, ഈ മാംസത്തെ കൊടുത്തയക്കലാണ് സുന്നത്ത്. ഇലൽ ഫുഖറായി, സാധുക്കളായ ആളുകളിലേക്ക് അങ്ങോട്ട് കൊടുത്തയക്കുക. ഇങ്ങോട്ട് വിളിച്ചു വരുത്തലല്ല, അങ്ങോട്ട് കൊടുത്തയക്കുക. അതിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ തന്നെ അങ്ങോട്ട് കൊടുക്കുകയാണ്. പക്ഷെ പച്ചർച്ചയ്ക്കാർ കൊടുക്കുക എന്നർത്ഥം. മറക്കി വേവിച്ചാ പിന്നെ അതിന്റെ കറിയോട് കൂടി അങ്ങോട്ട് കൊടുത്തയക്കുക. ഇവിടൊക്കെ ഇങ്ങോട്ട് വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിനേക്കാൾ വേവിച്ച് പാകപ്പെടുത്തിയ മാംസം അങ്ങോട്ട് കൊടുത്തയക്കലാണ് ഏറ്റവും ഉത്തമമായത്. അത്രയും ചുരുക്കി പറഞ്ഞ് നിർത്തി. ബാക്കിയൊക്കെ ഉദൂഹിയത്തിൽ പറഞ്ഞ വിഷയമായതുകൊണ്ട് ഇനി കൂടുതൽ ആ വിഷയം ഇപ്പോൾ നീട്ടി പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഇനി അഖീഖത്തോ ഉദൂഹിയത്തോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ച് ഇൻഷാ അല്ലാഹ് ഈ വിഷയം ഇന്നിവിടെ നമുക്ക് അവസാനിപ്പിക്കാം. നാളെ മുതൽ കുറ്റകൃത്യങ്ങളും അതിന്റെ ശിക്ഷാമുറകളും അതിനെ സംബന്ധിച്ചുള്ള ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഫിഖ്ഹിന്റെ 4ാം ഘട്ടം. ഇന്ന് ഇതോടുകൂടി ഫിഖ്ഹിന്റെ 3 ഘട്ടങ്ങൾ പൂർത്തിയായി. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. തെറ്റുകളോ വീഴ്ചകളോ അതല്ലെങ്കിൽ അബദ്ധങ്ങളോ ഒക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സംശയം ചോദിക്കാൻ വേണ്ടി മൈക്ക് കൈമാറുന്നു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, കീശേരി മൈക്ക് വിട്ടതാ. ഉസ്താദെ, ഇന്നലെ വന്നൊരു ചോദ്യമാണ്. അത് ചോദിക്കാൻ കൂടുതൽ ആളുള്ളതുകൊണ്ട് പിന്നെ ദ്വാ കാലം തന്നെ ചോദിക്കാതിരുന്നതാണ്. പിന്നെ 7 വർഷം അങ്ങനെ ഒരാള് 7 വരെ പോവാനോ. അപ്പോ പിന്നെ പശുവൊക്കെ ആയിരിക്കുമ്പോ ഉളുഹിയത്തില് അപ്പൊ 7 വരെ പോയി കഴിഞ്ഞാൽ അങ്ങനെ 7 വർഷം ഒന്നിൽ കൂടിക്കഴിഞ്ഞാൽ ഒന്നിന്റെ പരിപൂർണ കൂലി അർത്ഥ കൂലി കിട്ടുമോ? പിന്നെ അങ്ങനെ ഒരു ചോദ്യം ഇന്നലെ വന്നിരുന്നു. അതിന് മറുപടി ഉസ്താദ് പറഞ്ഞാലും മൈക്ക് കിട്ടും. ഒന്നിച്ചു കൊടുക്കാൻ കഴിയില്ലെങ്കിൽ 7 കൊല്ലങ്ങളിലായിട്ട് കൊടുത്താലും മതി. അല്ല, ഉദൂഹിയത്തിന്റെ അർത്ഥം 7 ഒരു ഭാഗം അർത്ഥം തന്നെ ഒരു ഉദൂഹിയത്ത് അർത്ഥ കൂലി കിട്ടും. അതിൽ കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഒരു മൃഗത്തെ ഒന്നിച്ചറക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും അഫ്ളൽ. പിന്നെ ഒരാളുടെ സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടാണല്ലോ കണക്കൂട്ടുക. സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഒരു മൃഗത്തിന്റെ 7 കൂടാനേ കഴിവുള്ളൂ. എന്നാൽ 7 വർഷം ചെയ്താൽ ഒരു മൃഗ അർത്ഥ കൂലിയല്ല ഇട്ട 7 ഉദൂഹിയത്തിന്റെ കൂലി തന്നെ ഇട്ടും. മനസ്സിലായില്ലേ? ഒരു ഉദൂഹിയത്ത് മൃഗത്തെ 1 കൊല്ലം അർത്താൽ അതിനൊരു പൂർണ്ണ ഉദൂഹിയത്തിന്റെ കൂലി കിട്ടും. 7 ഭാഗങ്ങളായിട്ട് 7 കൊല്ലത്തിൽ അർത്താൽ 7 ഉദൂഹിയത്തിന്റെ കൂലി തന്നെ കിട്ടും. അത് രണ്ടും രണ്ടാണ്. ഒരു മൃഗത്തെ മുഴുവനായിട്ട് അറക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫളീലത്തിന്റെ അതൊന്നിച്ചർത്താൽ കിട്ടും. 7 കൂടിയിട്ട് 7 കൊല്ലം ആയാലോ 7 പ്രാവശ്യം ഉദൂഹിയത്ത് അർത്ഥ കൂലി തന്നെ കിട്ടുകയും ചെയ്യും. എന്നാൽ കഴിവുള്ളവർ ഒന്നിൽ കുറക്കാതിരിക്കൽ നല്ലതാണ് മാത്രം. ആളുകളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ്. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും. എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു കുട്ടിക്ക് ഉളുഹിയത്ത് അറുത്ത് കഴിഞ്ഞാൽ പിന്നെണ്ടാവുന്ന കുട്ടികൾക്ക്
അറക്കൽ അത് നിർബന്ധമാവോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പിന്നുള്ളത് ഒന്നുയർത്ത് അറുത്തിട്ട് അതിന്റെ തോല് പിന്നെ വിശ്വസ്ത പറഞ്ഞോന്നറിയില്ല. പിന്നെ തോല് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി അല്ലെ സാധാരണ ഇവിടെ 60 പേര് എടുത്തുങ്ങാണ്ട് അതിന്റെ കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കല. അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചാലും ദുആവസിയത്തോടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഒരു കുട്ടിക്ക് അഖീഖത്ത് അറുത്താൽ ബാക്കി എല്ലാ കുട്ടികൾക്കും അറക്കൽ വുജൂബ് എന്നില്ല. കഴിവുണ്ടെങ്കിൽ മുഅക്കദായ സുന്നത്താണ്. അതായത് അതിന്റെ കടമ വരിക എപ്പോഴാന്ന് വെച്ചാല് ഈ ഓരോ കുട്ടികളെയും പ്രസവിച്ചിട്ട് 60 ദിവസം ആകുന്നതിന് മുമ്പ് ഈ 60 ദിവസത്തിന്റെ ഉള്ളിൽ ഈ കുട്ടിയുടെ വാപ്പക്ക് ഒരു മൃഗത്തെ ബലിയറക്കാനുള്ള സാമ്പത്തികമായ സ്ഥിതി ഉണ്ടായാൽ എല്ലാ കുട്ടികൾക്കും, ഒരു കുട്ടിക്ക് അറുത്താൽ അറുത്തിട്ടില്ലെങ്കിലും എല്ലാ കുട്ടികൾക്കും അഖീഖത്ത് അറുക്കൽ സുന്നത്താണ്. പക്ഷേ ഒരു കുട്ടിക്ക് അറുത്ത് മറ്റു കുട്ടികൾക്ക് അറുക്കാതിരിക്കൽ സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ കറാഹത്താണ്. കാരണം മക്കൾക്കിടയിൽ തുല്യനീതി പാലിക്കുക എന്നത് മുഅക്കദായ സുന്നത്താണ്. അതിന് വിപരീതം വരൽ കറാഹത്താണ്, വുജൂബല്ല. മനസ്സിലായില്ലേ? എന്നാൽ സാമ്പത്തികമായി കഴിവില്ലെങ്കിലോ ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്. ഉദാഹരണം, ഒരു കുട്ടീനെ പ്രസവിച്ച സമയത്ത് നമുക്ക് കഴിവുണ്ടായിരുന്നു, അന്ന് മൃഗത്തെ അറുത്തു. പിന്നെ 2 കുട്ടികളുണ്ടായി. ആ കുട്ടികളുണ്ടായ സമയത്ത് നമുക്ക് സാമ്പത്തിക സ്ഥിതി അന്ന് അനുകൂലമല്ല. കുട്ടികൾ അന്ന് മൃഗം വാങ്ങി ഇറക്കാൻ പറ്റുന്ന സാമ്പത്തിക സ്ഥിതിയിലല്ല ഉള്ളത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് 3ാമതൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടി ഉണ്ടായ സമയത്ത് അന്ന് സാമ്പത്തിക സ്ഥിതി അൽഹംദുലില്ലാഹ് നല്ല മച്ചാണ്. എന്നാൽ ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേകം അറക്കൽ സുന്നത്താണ്. അപ്പൊ മറ്റേ 2 കുട്ടികൾക്ക് അറക്കാത്തതിന്റെ പേരിൽ കറാത്ത് വരൂല. കാരണം എന്താ? അന്ന് കഴിവില്ലല്ലോ എന്നതുകൊണ്ട്. എന്നാൽ എല്ലാ കുട്ടികൾക്കു വേണ്ടിയും സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ എല്ലാവർക്കും അറക്കൽ മുഅക്കദായ സുന്നത്താണ്. കുട്ടികൾക്കിടയിൽ വിവേചനം എന്ന കടുത്ത കറാത്ത് വരും. കഴിവുണ്ടായിട്ട് ചില കുട്ടികൾക്ക് അറുക്കുകയും ചില കുട്ടികൾക്ക് വേണ്ടി അറുക്കാതിരിക്കുകയും ചെയ്താൽ നിർബന്ധമല്ല, മുഅക്കദായ സുന്നത്താണ്, ഒഴിവാക്കൽ കറാഹത്താണ്. പിന്നെ എന്ത് പറഞ്ഞ ഇന്നലെ പറഞ്ഞു പോയ വിഷയമാണല്ലോ. എന്തിന് രണ്ടാമത് ചോദിച്ചു നോക്ക്. ഇന്നലെ വിശദമായി പറഞ്ഞു പോയ വിഷയമാണ്. ഇന്നലത്തെ പാഠത്തിൽ ഓതിപ്പോയതുമാണ്, ഇന്നലെ പറഞ്ഞതുമാണ്. തോല് ആൾക്ക് ഇന്നലെ പറഞ്ഞുപോയി. ഉളുഹിയത്തിന്റെ തോല് സദഖ ചെയ്യാൻ വേണ്ടത്. അത് ആർക്ക് സദഖ ചെയ്താലും വേണ്ടിയില്ല, സദഖ വാങ്ങാൻ പറ്റുന്ന ആളുകളായിരിക്കണം. അതായത് സക്കാത്ത് വാങ്ങാൻ പറ്റുന്ന ഫക്കീർ സ്കീമാരിൽപ്പെട്ട ആളുകൾക്ക് സദഖ ചെയ്യാൻ വേണ്ടത്. അത് വിറ്റിട്ട് പൈസ കൊടുക്കാൻ പാടില്ല, സാധനം തന്നെ സദഖ ചെയ്യാം. എന്നിട്ട് അവര് വാങ്ങിയോലെന്തായിക്കോട്ടെ, വിൽക്കാതിരിക്കുക എന്തോ ചെയ്തോട്ടെ, അതിന് കുഴപ്പമില്ല. നമ്മൾ ഈ അർത്ഥമാണത് വിൽക്കാൻ പാടില്ല. അത് അഖീഖത്തിനും അങ്ങനെ തന്നെ, ഉദൂഹിയത്തിനും അങ്ങനെ തന്നെ. തോല് വിറ്റ് അതിന്റെ കാശ് സദഖ ചെയ്യാൻ പാടില്ല. തോല് സദഖ ചെയ്യുക, അത് കിട്ടിയ ആളുകൾ വിറ്റോട്ടെ, അതിന് കുഴപ്പമില്ല. അർത്ഥ ആളുകൾ അത് വിറ്റിട്ട് കാശ് സദഖ ചെയ്യാൻ പാടില്ല. അഥവാ അങ്ങനെ ചെയ്താൽ ഉദൂഹിയത്തിന്റെ പ്രതിഫലം നഷ്ടപ്പെടും, എന്നതുപോലെ അഖീഖത്തിന്റെ പ്രതിഫലവും നഷ്ടപ്പെടും. കീച്ചീരിക്ക് ഒച്ചല്ലോ, കീച്ചീരിയെ 2 വട്ടം എടുത്തിട്ട് ഒച്ചല്ല കേട്ടോ. എന്താ ഒച്ചയ്ക്ക് എന്താ കേടുള്ളത് നോക്കിയിട്ട് എടുക്കുക. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഉസ്താദേ, കഴിവുള്ള പിതാവിന് ഹക്കീഖത്ത് അറുക്കല് സുന്നത്ത്, അതിന്റെ ടൈം ഒരു സ്ത്രീ പ്രസവിച്ചതു മുതൽ ആ സ്ത്രീയുടെ നിഫാസ് കഴിയുന്നത് വരെയാണ് അതിന്റെ ടൈം എങ്കിൽ, ആ സമയത്ത് ഈ പ്രസവിച്ച കുട്ടിയുടെ പിതാവിന് കഴിവില്ലെങ്കിൽ പിന്നെ ആ സുന്നത്തില്ലാത്ത ആ കാര്യം പിന്നെ ബുലൂഗാവുന്നത് വരെ ആ പിതാവിന് പിന്നീട് അറുത്തു കൊടുത്താൽ അതിന്റെ സുന്നത്ത് കിട്ടുമോ എന്നതൊന്നറിയാൻ
താല്പര്യപ്പെടുന്നു. അതിപ്പോ ഓതിപ്പോ പറഞ്ഞില്ലേ, അത് കേട്ടില്ലേ? ദർസ് ഓതുമ്പോ കിതാബ് ഓതുമ്പോ കേൾക്കൂല, എന്നിട്ട് പിന്നെ ചോദ്യം ചോദിക്കാം. മനസ്സിലായല്ലേ? കിതാബ് ഓതുക എന്ന് പറയുന്നത് അത് കഴിച്ചിട്ട് ബാക്കിയുള്ള ചോദിച്ചാൽ പോലെ കിതാബ് ഓതുമ്പോ വന്നാൽ അതിനെ വരാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതാ അതല്ലേ ഇപ്പൊ പാഠത്തിൽ പറഞ്ഞത്. ഒരു മുഅ്മിനായ മനുഷ്യന് ഒരു കുട്ടി ഉണ്ടായാൽ അയാൾക്ക് നിഫാസ് കാലഘട്ടമാവുന്ന 60 ദിവസം കഴിയുന്നതിന് മുമ്പ് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ അയാൾക്ക് അഖീഖ അറുക്കൽ മുഅക്കദായ സുന്നത്താണ്. ഇല്ലെങ്കിൽ ആ കടമ ഇല്ല. 6 ദിവസം വരെ ഇയാൾക്ക് സാമ്പത്തികമായി കഴിവില്ലെങ്കിൽ അയാൾക്ക് കടമയില്ല എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കൽ കറാഹത്താണ് എന്ന നിലക്കുള്ള കൽപ്പനയില്ല. എന്ന് വെച്ച് അറക്കാൻ പാടില്ല എന്നോ അർത്ഥത്താവൂലെന്നോ അതിന്റെ സുന്നത്ത് കിട്ടൂലെന്നൊന്നും ആ പറഞ്ഞതിന് അർത്ഥമില്ലല്ലോ. ഉപേക്ഷിക്കൽ കറാഹത്ത് എന്ന നിലക്ക് കടമ 60 ദിവസം വരെ സാമ്പത്തികമായ കഴിവുള്ളെങ്കിൽ മാത്രമേ ഉള്ളൂ. അതില്ലെങ്കിൽ അയാള് അഖീഖത്ത് ഉപേക്ഷിച്ചു എന്ന നിലക്ക് കറാഹത്ത് വരുന്നതല്ല. സാമ്പത്തികമായ കഴിവുണ്ടെങ്കിൽ ജനിച്ച അന്ന് തന്നെ അറക്കാം, അല്ലെങ്കിൽ കുട്ടിക്ക് പ്രായപൂർത്തിയാവുന്നതിന്റെ ഇടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും അറക്കാം. എന്നാൽ ഈ കറാഹത്തിൽ നിന്നിട്ട് അയാൾ ഒഴിവാവും. സാമ്പത്തികമായ കഴിവില്ലാത്ത ആൾ 60 ദിവസത്തിന് ശേഷം കഴിവ് വന്നാൽ കുട്ടിക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അർത്താൽ സുന്നത്തിന്റെ കൂലി കിട്ടും. അർത്തിട്ടില്ലെങ്കിൽ ആ കറാഹത്ത് അയാൾക്ക് ഉണ്ടാവുന്നതല്ല. വ്യത്യാസം മനസ്സിലായപ്പം കഴിവുള്ള ആളുകൾ അറക്കാതിരുന്നാൽ കറാഹത്തിൽപ്പെടും. പരലോകത്ത് വെച്ച് അല്ലാഹു തആല ചോദ്യം ചെയ്യും, നിനക്ക് ഞാനൊരു കുഞ്ഞിനെ തന്നു, സാമ്പത്തികമായ കഴിവും തന്നു, എന്നിട്ട് എനിക്ക് ശുക്രായിട്ട് എന്തുകൊണ്ട് നീ അഖീഖത്ത് അർത്തില്ല എന്നൊരു ചോദ്യം ചെയ്യൽ വരും. ആ നിലക്ക് കടമയാണ് കഴിവുള്ളവർക്ക്. ഈ കാലഘട്ടം 60 ദിവസത്തിന്റെ ഉള്ളിൽ കഴിവില്ലാത്ത ആളുകൾക്ക് പിന്നെ കഴിവ് വന്നാൽ ചെയ്താ സുന്നത്തിന്റെ കൂലി കിട്ടും. ചെയ്തിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് വെച്ച് അല്ലാഹു തആല ഞാൻ നിനക്കൊരു കുഞ്ഞിനെ തന്നു, അന്ന് കഴിവില്ലെങ്കിലും പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് സാമ്പത്തികമായ കഴിവും തന്നല്ലോ, എന്നിട്ട് നീ എന്തുകൊണ്ട് അഖീഖത്ത് അർത്തില്ല എന്ന് അല്ലാഹു തആല പരലോകത്തിൽ നിന്നിട്ട് വിചാരണ ചെയ്യൂല, കറാഹത്ത് വരൂല. അതേ സമയത്ത് അർത്ഥ അഖീഖത്താവൂല എന്ന അർത്ഥത്തിനല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സംശയം കൂടി. മകളുടെ നിക്കാഹിന് അറിവ് നടക്കുമ്പോൾ അതിൽ പോത്തിനെ വാങ്ങി അറുത്തിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആ സമയത്ത് കുട്ടിക്ക് എന്താക്കിയിട്ടില്ല, ഈ മകൾക്ക് അഖീഖ ആദ്യം അറുത്തിട്ടില്ല. അപ്പം ഈ അറുക്കുന്ന മൃഗത്തെ അഖീഖയാക്കി കണക്ക് നിയത്ത് വെക്കുകയും അതോടുകൂടി പിന്നെ ഈ കുട്ടിയുടെ താഴെയുള്ള രണ്ട് കുട്ടികളെയും കൂടി കരുതിയാൽ അത് അഖീഖ ആകുമോ? അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മകളോട് പിന്നെ പ്രായപൂർത്തി എത്തിയതുകൊണ്ട് സമ്മതം മേടിക്കേണ്ടതുണ്ടോ എന്നൊരു സംശയമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പൊ എന്തേ മനസ്സിലായില്ലല്ലോ. എന്താ ചോദ്യത്തിന്റെ ഉദ്ദേശം? ഒരു രക്ഷിതാവിന്റെ കടമ എന്നുള്ളവർക്ക് കുട്ടികൾക്ക് പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് അർക്കണം. പെണ്ണിനെ കുട്ടി ഉണ്ടായി വലുതായി വലിയൊരു പമ്പർന്നോളായി ഓളെ കെട്ടിക്കുന്ന സമയത്ത് ഒരു പോത്ത് വാങ്ങി അറുത്തിട്ട് കല്യാണം കഴിക്കുക, അത് പെണ്ണിന്റെ അഖീഖത്തും കൂടി കരുതാന്നോ? എങ്ങനെ ഇപ്പൊ നിങ്ങൾ കരുതിയേ? എനിക്ക് മനസ്സിലായില്ല. പ്രായപൂർത്തി എത്തിയാ പിന്നെ പെണ്ണ് വാങ്ങി അറക്കുകയാണെങ്കിൽ അർത്ഥോട്ടെ, നിങ്ങൾക്ക് കേടില്ല. നിങ്ങൾക്ക് ഉള്ള അവകാശവും കടമയും പ്രായപൂർത്തി എത്തുമ്പോഴോടുകൂടി അത് കഴിഞ്ഞു. പിന്നെ ഈ അതിവളവൊക്കെ കാട്ടണോരും പഠിച്ചോന്ന് ചോദിച്ചാകുക, എനിക്കതിനെ പറ്റിയിട്ടൊന്നും അറിയില്ല. പെണ്ണിനെ കെട്ടിച്ചിരുന്ന കല്യാണത്തിന്റെ അന്ന് കല്യാണത്തിന് വേണ്ടിയിട്ട് അർത്ഥ പോത്തിനെ ആ പെണ്ണിന്റെ അഖീഖ ആക്കാനുള്ള അതിവളവ്, അതിന്റെ പുറമെ പിന്നെ എന്തും കൂടി ആക്കുക,
പിന്നുണ്ടായ 2-3 കുട്ടികൾക്കുള്ള അക്കീക്കത്തും പണ്ട് പമ്പർന്നോളായിട്ട് കെട്ടിക്കണബൾക്ക് വേണ്ടിയിട്ടുള്ള അക്കീക്കത്തും കൂടി കൂട്ടിയിട്ട് അക്കീക്കത്തും കല്യാണം ആക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസാ അപ്പൊ ഇതിന് മറുപടി പറയാനുള്ളത്. വഇന്നമാലിക്കും ലിംരിഇൻ മാനവ, അവനാൻ കരുതി അവനാൻ ഉണ്ടാവും. കഴിവില്ലാത്തവര് പിന്നെ അത് കല്യാണാക്കിയിട്ട് പിന്നെ സമ്മതാക്കി എന്തൊക്കെ കാട്ടണം എനിക്കറിയില്ല. ഞാൻ വിട്ടു മൈക്കിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, പിന്നെ അക്കീഖത്ത് അറക്കാൻ തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരാള് പിന്നെ കടം വാങ്ങിയിട്ടാണ് അക്കീഖത്ത് അറക്കുന്നത് എങ്കിൽ അതിന്റെ പരിപൂർണ കൂലി കിട്ടുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്താ ഒക്കെ ഒരു ശബ്ദത്തിന് എന്തോ ഒരു തകരാറുണ്ടല്ലോ. ഒക്കെ പൗതി ഇങ്ങനെ കേൾക്കുന്നുള്ളൂ. ചിലരതൊന്നും ഒന്നും കേൾക്കുന്നുമില്ല. എന്താണത്? നിങ്ങൾ ആ മൈക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കാണും. ബൈലത്തിന് എന്തോ ചെറിയ ഉണക്കട് ഉണ്ടോന്നൊരു സംശയമുണ്ട് എനിക്ക്. ശബ്ദം കണ്ട് ശരിക്കും കേൾക്കുന്നില്ല. മറുപടി പറയുകയാണെങ്കിൽ ചോദിച്ച ശരിക്കും വ്യക്തമായി കേൾക്കണല്ലോ. ഒന്നുകൂടി മൈക്കൊക്കെ ശ്രദ്ധിച്ച് ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാവണം. അല്ലെങ്കിൽ നമുക്ക് മറുപടി പറയാൻ കഴിയില്ല. ഹബീബന്മാരെ, ഒന്നുകൂടി ശബ്ദം കൂട്ടിയിട്ട് ചോദിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ്, ഒരു ചോദ്യം വന്നതാണ്. ഇപ്പൊ ഈ സ്ത്രീകൾ ധരിക്കുന്ന മാക്സിയില് ഒരു രൂപത്തിന്റെ ഫോട്ടോ, ഡോളൊക്കെ പാവയുടെ ഫോട്ടോ ഒക്കെ മാതിരിയുള്ള മാക്സി ധരിച്ചിട്ട് അതിന്റെ മോളെ നിസ്കാര കുപ്പായിട്ട് നിസ്കരിക്കുമ്പോൾ അങ്ങനെ നിസ്കരിക്കാൻ പാടുണ്ടോ? ആ നിസ്കാരത്തിന്റെ വിധി എന്താണ് എന്നുള്ള ഒരു സംശയം സഹോദരി PMA ചോദിച്ചതാണ്. ഇൻഷാ അല്ലാഹ്. കുപ്പായം മാക്സിയിൽ ചില ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമുള്ള മാക്സി ധരിച്ചു. അതിന്റെ മോള് നിസ്കാര കുപ്പായിട്ടിട്ട് നിസ്കരിക്കുന്നതിന് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. എന്നാലും സാധാരണ ഉപയോഗത്തിനും അത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കലാണ് മുസ്ലിമീങ്ങളായ നമ്മൾക്ക് ഉത്തമം. ഇങ്ങനെ ജീവനുള്ള വസ്തുക്കൾ, അത് മനുഷ്യനാവട്ടെ മറ്റ് ജീവികളാവട്ടെ, അങ്ങനെയുള്ള ജീവനുള്ള വസ്തുക്കളുടെ ചിത്രമുള്ള വസ്ത്രം സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും അത് ഒഴിവാക്കലാണ് മുസ്ലിംകളായ നമ്മെ സംബന്ധിച്ച് ഖൈർ എപ്പോഴും. എന്നാൽ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ കുപ്പായത്തിൽ അങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടെങ്കിലും അതിന്റെ മുകളിൽ നിസ്കാര കുപ്പായം ഇട്ടത് കൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. എങ്കിലും സാധാരണ ഉപയോഗത്തിന് അത് ഉത്തമമല്ല, ഒഴിവാക്കുന്നതാണ് ഖൈർ. ഓക്കെ. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, ഞാനിപ്പം ക്ലാസ് റൂമിൽ വന്നിട്ടേ ഉള്ളൂ. ആരെങ്കിലും ചോദിച്ചോ ഇനി അതല്ല ഞാൻ അറിയില്ല. എന്റെ ചോദ്യം, ഉളുഹിയത്ത് അറക്കുന്നതിന്റെ കൂടെ ഈ ഹഖീഖത്തും നിയ്യത്ത് ചെയ്താൽ ശരിയാവുമോ ഉസ്താദെ? അതൊന്നറിയാനാ. അസ്സലാമു അലൈക്കും. പോത്തോ മൂലിയോ ഒക്കെ പോലത്തെ മൃഗങ്ങളാണെങ്കിൽ 7 ആക്ക് വരെ ഷെയറാകാൻ പറ്റുന്നത് പോലെ 7 കാര്യത്തിന് വരെ ഷെയറാക്കാനും പറ്റും. അതേസമയത്ത് ആടാണെങ്കിൽ അത് ഒന്നിന് തന്നെ പറ്റുള്ളൂ. ഹഖീഖത്ത് അറക്കുകയാണെങ്കിൽ ഹഖീഖത്തിന് തന്നെ പറ്റുള്ളൂ. ഉബഹിയ്യത്ത് അറക്കുകയാണെങ്കിൽ ഉബഹിയ്യത്തിന് തന്നെ പറ്റുള്ളൂ. പോത്തോ മൂലിയോ ആണെങ്കിൽ പറഞ്ഞേക്ക് അതിൽപ്പെട്ട 1, 2, 3, 4 ഭാഗങ്ങളൊക്കെ ഉളുഹിയത്തുമാക്കാം. അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങൾ ഹഖീഖത്തുമാക്കാം. പക്ഷേ 7 കുറയാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ 7 ഒരു ഒരിയാണ് ഏറ്റവും ചുരുങ്ങിയ ഹഖീഖത്ത്.
7 ഒരു ഓരിയാണ് ഏറ്റവും കുറഞ്ഞ ഉദൂഹിയത്തും. അതീ കുറയാത്ത നിലക്കാണെങ്കിൽ ഒരു മൃഗം കൊണ്ട് തന്നെ അതിന്റെ ഏതാനും ഭാഗങ്ങൾ, അഥവാ ഉദാഹരണം പറയാ 2 കുട്ടിയൊക്കെ അക്കീക്കത്തിറക്കാണ്ട് അത് 2 ഒരു അക്കീക്കത്താക്കി, ബാക്കിയുള്ളത് ഉദൂഹിയത്തുമാക്കി, അതുകൊണ്ട് കുഴപ്പമില്ല, സഹിയാവും. പക്ഷെ ആടിന് പറ്റൂല. ആട് ഒരാൾക്ക് ഒന്നെ പറ്റുള്ളൂ. അക്കീക്കത്താണെങ്കിൽ അക്കീക്കത്ത് തന്നെ പറ്റുള്ളൂ, ഉദൂഹിയത്താണെങ്കിൽ ഉദൂഹിയത്ത് തന്നെ പറ്റുള്ളൂ. പോത്തോ മൂരിയൊക്കെ ആണെങ്കിൽ 7 ആൾക്ക് വരെ ഷെയർ ആകാൻ പറ്റുന്നത് കൊണ്ട് അതിലെ അക്കീക്കത്തും ഉദൂഹിയത്തും പോലത്തെ 7 വരെ ഉൾപ്പെടുത്താൻ പറ്റും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്, എന്റെ ചോദ്യം എന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീകൾക്ക് വേണ്ടിയാണ്. ആ സ്ത്രീ ഫർളായ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഭർത്താവ് നേരത്തെ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഫർളായ ഹജ്ജ് ചെയ്തിട്ടില്ല. ആ സ്ത്രീയുടെ മാതാപിതാക്കളും ഫർളായ ഹജ്ജ് ചെയ്തിട്ടില്ല. ഈ സ്ത്രീ ആണെങ്കിൽ 2ാമത്തെ ഹജ്ജ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ആരുടെ മേൽ ഹജ്ജ് ചെയ്യുന്നതാണ് നല്ലത്? ഭർത്താവിന്റെ മേലോ അല്ല മാതാപിതാക്കളുടെ മേലോ എന്നാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആരെ പേരിലും ചെയ്യാം, അതൊക്കെ പറ്റുന്നതാ. ഉമ്മാക്ക് വേണ്ടിയിട്ടാക്കാം, വാപ്പാന്റെ പേരിലാക്കാം, ഭർത്താവിന്റെ പേരിലാക്കാം. ഒന്നേ പറ്റുള്ളൂ മാത്രം. ഒരു ഹജ്ജ് കൊണ്ട് ഒരാൾക്ക് വേണ്ടിയേ ചെയ്യാൻ പറ്റുള്ളൂ, ഒന്നിലധികം പെടുത്താൻ പറ്റും. അതിൽ 3 ആളും കുഴപ്പമില്ല, അവർക്ക് സൗകര്യമുള്ള ആർക്കാ ആക്കിക്കോട്ടെ. അല്ല, 3 ആളും ബാപ്പയും ഹജ്ജ് ചെയ്തിട്ടില്ല, ഉമ്മയും ഹജ്ജ് ചെയ്തിട്ടില്ല, അതിന് സാമ്പത്തികമായ കഴിവുണ്ടായിട്ടുണ്ടാവില്ല എന്ന് വെക്കണം. ഭർത്താവും ഹജ്ജ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തിനും സാമ്പത്തികമായ കഴിവില്ലായിരുന്നിരിക്കാം. പക്ഷെ ഈ സ്ത്രീ ഫർളായ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 2ാമത് ഹജ്ജ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഉമ്മാന്റെയോ വാപ്പാന്റെയോ ഫർളായ ഹജ്ജ് ആരും ആവാം, അതായ അവരുടെ സൗകര്യം പോലെ ചെയ്തോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഒരാൾക്ക് ഒരു ഹജ്ജ് കൊണ്ട് കരുതാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാവർക്കും വേണമെങ്കിലും വേറെ വേറെ ചെയ്യാവുന്നതും ആണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ് ഇപ്പൊ പറഞ്ഞോന്നറിയില്ല, ഞാൻ ഡെസ്കിലില്ലായിരുന്നു. ഇപ്പൊ വന്നൊരു PM ആണ്. ഈ ഉളിയത്ത് അറുത്ത മൃഗത്തിന്റെ തോല് വിൽക്കാൻ പാടില്ല എന്ന് ഉസ്താദ് പറഞ്ഞു. അപ്പൊ അതോടൊപ്പം ഈ ഹക്കീക്കത്തിന്റെ തോല് അങ്ങനെ വിൽക്കാൻ പാടുണ്ടോ, അല്ലെങ്കിൽ അത് അറക്കുന്ന ആൾക്കാർക്ക് കൂലി കൊടുക്കാമോ എന്നാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഉസ്താദ് ഇപ്പൊ പറഞ്ഞ മാതിരി എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. ഏതായാലും മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അതൊക്കെ പറഞ്ഞു പോയി. ഹക്കീക്കത്തും ഉദൂഹിയത്തും ഒരുപോലെ തന്നെ വിൽക്കാൻ പാടില്ല. സദഖ കൊടുക്കുക, വാങ്ങിയാൽ വിറ്റോട്ടെ. അർത്ഥാള് ഹക്കീക്കത്തിന്റെയും ഉദൂഹിയത്തിന്റെയും ഒരേ നിയമമാണ്. തോല് വിറ്റിട്ട് പൈസ സദഖ ചെയ്യാൻ പാടില്ല. തോല് സദഖ ചെയ്യാ, അത് വാങ്ങിയോര് വിൽക്കുകയോ മറ്റോ ഒക്കെ ചെയ്തോട്ടെ. അവർ വാങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഉടമയാവും, അവർക്കത് സൗകര്യമുള്ളത് ചെയ്യാം. പക്ഷെ അർത്ഥാൾക്ക് അത് വിറ്റിട്ട് കാശ് സദഖ ചെയ്താൽ പറ്റൂല. ഹക്കീക്കത്തിനും പറ്റൂല, ഉദൂഹിയത്തിനും പറ്റൂല. രണ്ടും ഒരേ നിയമമാണ്. പാടത്ത് തന്നെ പറഞ്ഞതാണ്. ഏതായാലും ആയിട്ട് ഒന്നും കൂടി ആവർത്തിക്കാം. അസ്സലാമലൈക്കും. ഉസ്താദേ, നാട്ടില് ഈ പൈസ പണയം വെച്ചിട്ട് കാർ എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് ഇപ്പോൾ ഒരു 5 ലക്ഷം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 മാസം കാർ യൂസ് ചെയ്യുക. എന്നിട്ട് 2 മാസം കഴിഞ്ഞ് കാറ് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ പണം തിരിച്ചു കൊടുക്കും. 5 ലക്ഷം തിരിച്ച് ഈ കാറ് വാങ്ങിയാൾക്ക് കൊടുക്കും. അപ്പോൾ ഇതിൽ പലിശയായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇത് അനുവദനീയമല്ലേ എന്നാണ് ചോദ്യം. എനിക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. കാശ് സംഖ്യ കടം കൊടുത്തിട്ട് അതിന് കാറ് ഉപയോഗിക്കാൻ തരുന്നു. 2-3 മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ കാശ് അവർ തിരിച്ചു തരും. അപ്പോൾ കാറ് തിരിച്ചു കൊടുക്കുന്നു. ഇതിൽ വല്ല പലിശയുണ്ടോ? അതിലുള്ളത് മുഴുവൻ പലിശയാണ്, അല്ലാത്തൊന്നും അതിലില്ല. മനസ്സിലായില്ലേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ പ്രസിദ്ധമായ ഒരു ഹദീസിലുണ്ട്, കുല്ലു ഖർളിൻ ജറ മൻഫഅതൻ ഫഹുവ റിബാ. വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ. കുല്ലു ഖർളിൻ, ഏതൊരു കടം ഇടപാടും, ഒരു സംഖ്യ അല്ലെങ്കിൽ ഒരു വസ്തു കടം കൊടുക്കുന്നു, ജറ മൻഫഅതൻ, ആ കടം ഇടപാട് മുഖേന ഒരു ഉപകാരം ഈ കടം കൊടുത്ത ആള് തനിക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ ഫഹുവ റിബ, ആ എടുത്ത ഉപകാരം പലിശയാവുന്നു. 2 മാസം നിങ്ങൾ കാർ ഉപയോഗിച്ചത് 5 ലക്ഷം കടം കൊടുത്തതിന്റെ പലിശയാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഖ്യ കടം കൊടുത്ത അതിന് കടപ്പലിശ എന്നാ പറയാം. 4 തരത്തിലുള്ള പലിശയാണ് ഇസ്ലാമിലുള്ളത്. കൈവശ പലിശ, ഏറ്റക്കുറവ് പലിശ, അവധി പലിശ. അത് കഴിഞ്ഞാൽ 4ാമത്തെ പലിശയാണ് കടപ്പലിശ. ഒരു സംഖ്യ കടം കൊടുക്കുക, ആ കടം കൊടുത്ത വ്യക്തിക്ക് കടം വാങ്ങിയ വ്യക്തി ഒരു വസ്തു കൊടുക്കുക, ഈ കടസംഖ്യ തിരിച്ചു കൊടുക്കുന്നത് വരെ ആ വസ്തു ഉപയോഗിക്കാൻ എന്ന നിബന്ധനയോടുകൂടി. അങ്ങനെ കടം കൊടുക്കലും ഈ വസ്തു ഉപകാരമെടുക്കലും പലിശ ഇടപാടാവുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ വളരെ വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് അത് പലിശ ഇടപാടാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു പ്രാവശ്യം കൂടി നോക്കട്ടെ ശബ്ദം ഉണ്ടോ. ഇപ്പൊ കേൾക്കണ്ടോ? ഇനി കേൾക്കണമെങ്കിൽ ചോദിക്കലില്ല അന്നത്തെ ദിവസം. കേൾക്കണ്ടേ അല്ലേ? അപ്പൊ ഒരു ചോദ്യം, ഏതായാലും ഒരു ചോദ്യം ചോദിക്കാൻ നേരമുള്ളൂ. ഈ ഹഖീഖത്ത് അറുക്കേണ്ടത് കുട്ടിയെ പ്രസവിക്കപ്പെട്ട നാട്ടിൽ വെച്ചാണോ അതല്ല കുട്ടിയുടെ പിതാവിന്റെ നാട്ടിൽ വെച്ചാണോ എന്ന് സംശയം. കാരണം ചോദിക്കാൻ കാരണം, ആദ്യത്തെ പ്രസവം ഉമ്മാന്റെ അവിടെ ഉണ്ടാവുക, അപ്പോ കട്ടുണ്ടോ? ഇഞ്ഞ് കട്ടുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ചോദിക്കലും ഉണ്ടാവില്ല. പിന്നെ അപ്പൊ സാധാരണഗതിയിൽ ഉമ്മാന്റെ അവിടെ നിന്നാണ് ആദ്യത്തെ കുട്ടിന്റെ മുടിയാഴ്ച നടക്കാറുള്ളത്. അപ്പോ ഇതാ ചോദിക്കാൻ കാരണം ഇതാണ്, കുട്ടിന്റെ പ്രസവിച്ച നാട്ടിൽ വെച്ചിട്ടാണോ അതല്ല ബാപ്പാന്റെ നാട്ടിൽ വെച്ചിട്ടാണോ അറക്കേണ്ടത് എന്നുള്ള സംശയം അതാണ് ചോദിക്കാൻ കാരണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, പേര് മാറി വന്നപ്പോഴേക്കും ഉപ്പായാണ് മാറിയിട്ടപ്പോ നല്ല ഉഷാറുള്ള ഒച്ച ഉണ്ട് കേട്ടോ. ഇപ്പൊ പണ്ട് അസിലായിട്ടുണ്ടായിരുന്ന ഒച്ച, അതേ ഒച്ച കിട്ടി എന്നാ പോരെ. കുപ്പായൊന്ന് മാറിയപ്പോ മറ്റേ 2 വട്ടം വന്നിട്ടും തീരെ ഒച്ച ഉണ്ടായിട്ടില്ല. കുട്ടി ഏത് നാട്ടിലാണോ കുട്ടി ജനിച്ചത്, കുട്ടിക്ക് വേണ്ടിയാണ് അറുക്കുന്നത് എന്നതുകൊണ്ട് അവിടെ അറുക്കലാണ് ഉത്തമം. പക്ഷെ അവിടെ തന്നെ അറുക്കണം എന്ന് വുജൂബൊന്നുമില്ല. നല്ലത് അതാണ്. കുട്ടി ഏത് നാട്ടിലാണോ ഉള്ളത് അഥവാ എവിടെയാണോ കുട്ടി ജനിച്ചത് അവിടെ വെച്ച് അറുക്കലാണ് അഫ്ളൽ, ഉത്തമം. എന്നാൽ എവിടെ വേറെ നാട്ടിൽ വെച്ച്, ഈ വാപ്പാന്റെ നാട്ടിൽ വെച്ചു ആവാം, അയാൾ ഇപ്പോൾ തൽക്കാലം താമസിക്കുന്ന സ്ഥലത്ത് വെച്ചും ഒക്കെ ആവാം. ഫർളായതാണെങ്കിൽ അർത്ഥ സ്ഥലത്ത് നിന്ന് മറ്റൊരു നാട്ടിൽ ഇറച്ചി കൊണ്ടുപോകാൻ പാടില്ല എന്നല്ലാതെ ഇന്ന സ്ഥലത്ത് നിന്ന് അറക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ശരിയല്ലേ? കുട്ടിയുള്ള സ്ഥലത്ത് മാത്രമേ അറക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അറവ് സഹിയാവൂല. എവിടെയാണോ നിങ്ങൾ അർത്ഥത് അത് സുന്നത്തായതാണെങ്കിൽ ആ അർത്ഥ നാട്ടിൽ കുറച്ചെങ്കിലും കൊടുക്കണം, ബാക്കിയുള്ളത് മറ്റൊരു നാട്ടിൽ കൊണ്ടുപോകണമെന്ന് കുഴപ്പമില്ല. ഫർളായതാണ്. കുട്ടിയുള്ള സ്ഥലത്ത് തന്നെ അറുക്കണമോ അതല്ല വാപ്പുള്ള സ്ഥലത്ത് തന്നെ അറുക്കണമോ അങ്ങനെ കൃത്യമായിട്ട് നിർബന്ധമായ നിയമങ്ങളൊന്നുമില്ല. പക്ഷേ കുട്ടിയുടെ ജനനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടായതുകൊണ്ട് കുട്ടി എവിടെയാണോ ജനിച്ചത് ആ നാട്ടിൽ ചെയ്യലാണ് കൂടുതൽ നല്ലത്. അത്രയേ ഉള്ളൂ. ഇനി വാപ്പുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ വാപ്പാന്റെ നാട്ടിലോ ഒക്കെ അർത്താലും പോരായികയില്ല. പക്ഷെ സുന്നത്തായതാണെങ്കിൽ കുറച്ചെങ്കിലും അവിടെ കൊടുക്കുക, ബാക്കിയുള്ളത് മറ്റൊരു നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് അതിനും കുഴപ്പമില്ല. ഫർളായതാണെങ്കിൽ അർത്ഥ നാട്ടിൽ തന്നെ കൊടുക്കണം. അസ്സലാമു അലൈക്കും. നേരത്തെ ഒരു ഉപചോദ്യം ഉണ്ടായിരുന്നു.
വേറൊരാൾ പെട്ടെന്ന് മൈക്കെടുത്തായിരുന്നു. ഇസ്ലാമിൽ റഹിന് എന്ന് പറഞ്ഞ ഇടപാടുണ്ടല്ലോ, പണയം വെക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഒരാളടുത്ത് നിന്ന് കടം വാങ്ങുമ്പോൾ അപ്പൊ അയാൾക്ക് ഞാൻ ഇത് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ അദ്ദേഹം പണയമായിട്ട് എന്തെങ്കിലും വാങ്ങുമല്ലോ. ഇപ്പോൾ നമ്മൾ സ്വർണം പണയം വെച്ചിട്ട് നമ്മൾ കടം വാങ്ങുന്നുണ്ടല്ലോ, അതേപോലെ ഈ പണം അത് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ കാറിന്റെ ആ പണം നമ്മൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഇൻ കേസ് കാറ് നഷ്ടപ്പെട്ടാൽ അവർക്ക് അത് എടുക്കാമല്ലോ, നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കാറ്. അപ്പൊ അങ്ങനെ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കൊടുക്കുന്നു. പിന്നെ കാർ ഉപയോഗം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കുമ്പോൾ സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ കൊടുത്ത സാധനം അവർ തിരിച്ചു വരുന്നു. ഇത് റഹിനിൽ വരൂലേ? അങ്ങനെ വരുമ്പോൾ പലിശ ഒന്നും വരൂലല്ലോ. ഇതിനെക്കുറിച്ച് വ്യക്തമാക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. അത് സുഹൃത്തിന്റെ ഇജ്തിഹാദാണ്. ഇജ്തിഹാദിന് ഇസ്ലാമില് പ്രസക്തി വേണമെങ്കിൽ മുജ്തഹിദീങ്ങളുടെ ഷർത്തോക്കണം. ഞാനും നിങ്ങളൊന്നും ഇപ്പൊ ഇജ്തിഹാദ് ചെയ്യാൻ മാത്രമുള്ള വലിപ്പം എത്തിയിട്ടില്ല. മനസ്സിലായില്ലേ? പണയം ഇസ്ലാമിൽ അനുവദനീയമാണ്. പക്ഷേ പണയ വസ്തു ഉപയോഗിക്കാൻ എന്ന വ്യവസ്ഥയോടുകൂടി പണയം കൊടുക്കൽ വാങ്ങൽ അനുവദനീയമല്ല. മനസ്സിലായില്ലേ? പണയം ഇസ്ലാം അംഗീകരിച്ചതാണ്. അത് പൗതി പഠിച്ചാൽ പോരാ. പണയത്തിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാല്, ഒരു സംഖ്യ കടം കൊടുക്കുമ്പോൾ അതിന്റെ അവധിക്ക് സംഖ്യ തിരിച്ചു തരാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിൽ വന്നു പോയാൽ ഈ പണയ വസ്തു പബ്ലിക്കിൽ വിറ്റിട്ട് തനിക്ക് കിട്ടാനുള്ള കാശ് ഈടാക്കി മിച്ചം വരുന്നത് അതിന്റെ ഉടമക്കാരന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന നിലക്ക് താൻ കൊടുത്ത കാശ് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി കൊടുക്കുന്ന ഈടിനാണ് പണയം എന്ന് പറയുന്നത്. ഈ ഈട് വെച്ച പണയ വസ്തു ഉപയോഗിക്കാൻ പാടില്ല, ഹറാമാണ്. ഉപയോഗിക്കാൻ എന്ന വ്യവസ്ഥയോടുകൂടിയാണ് എങ്കിൽ അത് പലിശയും ആണ്. മനസ്സിലായോ? ഇവിടെ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഒരാൾക്ക് നമ്മൾ 5 ലക്ഷം രൂപ കടം കൊടുക്കുന്ന ഒരു ഉദാഹരണം. ഈ കടം കൊടുത്തപ്പോൾ നമ്മൾ ഒരു കാറ്, ഉദാഹരണത്തിന് പറയാം, ഒരു കാറ് അദ്ദേഹം നമുക്ക് പണയമായി തരുന്നു. ഈ പണയ വസ്തു 2 മാസം ഉപയോഗിക്കാൻ എന്ന വ്യവസ്ഥയോട് കൂടിയാണെങ്കിൽ അത് കടത്തിന്റെ ഉപയോഗമാണ്. കടം കൊണ്ട് വായ്പ ഉപയോഗിക്കൽ പലിശയാണ്. അതേസമയത്ത് ഈടിന് വാങ്ങി അതിന്റെ RC ബുക്കും താക്കോലും നമ്മൾ വാങ്ങി വെച്ച് വണ്ടി ഗാരേജിൽ കയറ്റിയിട്ടു, അതല്ലെങ്കിൽ വണ്ടി ഉടമക്കാരൻ തന്നെ ഉപയോഗിക്കുന്നു. ഇതിനാണ് പണയം എന്ന് പറയുന്നത്. RC ബുക്കും താക്കോലും നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ ഈ കാറ് വിൽക്കണം എന്ന് തോന്നിയാൽ ആ കാറ് നിങ്ങൾക്ക് വിൽക്കാൻ കഴിയും. മാത്രമല്ല കാറ് ഉടമക്കാരന് നിങ്ങളെ അനുമതിയില്ലാതെ വിൽക്കാൻ പറ്റുകയുമില്ല. കാരണം അതിന്റെ RCയും നിങ്ങളെ കയ്യിലാണ്, താക്കോലും നിങ്ങളെ കയ്യിലാണല്ലോ. അപ്പോ ആ കാറ് ഉടമക്കാരന് വിൽക്കാൻ കഴിയില്ല. നിങ്ങൾ വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവോടുകൂടിയേ വിൽക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വിൽക്കേണ്ടി വരുമ്പോൾ നിങ്ങളുടെ കാശ് ഈടാക്കാൻ വഴിയുണ്ട്. അതല്ലാതെ നിങ്ങള് കാർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 5 ലക്ഷം കടം കൊടുത്തു, കാറ് വാങ്ങി സുഖമായിട്ട് അടിച്ചു വീശി നിങ്ങൾ ഉപയോഗിച്ചു, പിന്നെ നിങ്ങളെ കാശ് വരുമ്പോൾ നിങ്ങൾ കാറ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ ഉപയോഗിച്ച മുഴുവനും കട്ട പലിശയാണ്. നമ്മൾ അവർക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ അവരിങ്ങോട്ട് തിരിച്ചുപകാരം ചെയ്യാന്ന് വെച്ചാൽ പോരെ. പലിശ എന്നൊന്നും പറയാതെ ഈ ഒരു ഉപകാരം ചെയ്യുമ്പോൾ തിരിച്ചിങ്ങോട്ട് ഒരു ഉപകാരം ചെയ്യുക എന്നുള്ള നിലക്കാകുമ്പോൾ പ്രശ്നമുണ്ടോ? അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ യൂസ് ചെയ്യാന്നോ ചെയ്യണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല, അങ്ങനെ ഷർത്തൊന്നും വെക്കാതെ കൊടുത്തു, അങ്ങനെ യൂസ് ചെയ്താലോ? എങ്ങനെയാണ് അതിന്റെ അവസ്ഥ? ഇതേ പഠിക്കാൻ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അത് ചോദിക്കുക, അല്ല ഒരു തർക്കാണെങ്കിലോ അതിന് രാത്രി വരിക. മനസ്സിലായില്ലേ? പെണ്ണെട്ടിയാൽ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് ഭാര്യനെ. വേശ്യാവൃത്തി ചെയ്യുകയാണെങ്കിലോ നമ്മളൊരു സംഖ്യ കൊടുക്കുന്നു, നമ്മളോളം ഉപയോഗപ്പെടുത്തുന്നു. എന്താ പേരില്ല താറാറ്? നിങ്ങൾ അങ്ങനെയാണ് ക്ലാസ്സാക്കി ഇത്യാദി ചെയ്യാൻ നോക്കിയാണ്. അങ്ങനെ ഇത്യാദി ചെയ്താലേ പലതും ഹലാലാവും. ഇസ്ലാം ഒരു നിയമം പറഞ്ഞാല് ആ നിയമം പാലിക്കുക. മനസ്സിലായില്ലേ? എങ്ങനെയെങ്കിലും പലിശ വാങ്ങി തിന്നാൻ വല്ല ബജ്ജുണ്ടോ?
അത് നിങ്ങൾ വഹാബിയുടെ അടുത്ത് പോയിക്കോളി അത് ചോദിക്കാൻ. ഓൽക്ക് അങ്ങനെ പരിപാടി ഉണ്ട്. പണ്ട് KM മൗലവി എഴുതിനി റിസാലത്തുൻ ഫിൽ ബങ്ക് എന്ന പേരിൽ ഒരു അറബിയിൽ ഒരു പുസ്തകം, റിസാലത്തു ഫിൽ ബങ്ക്, പലിശ വാങ്ങാനുള്ള തന്ത്രങ്ങൾ. അതിൽപ്പെട്ട എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ ഒപ്പിച്ചിട്ട് പലിശ ഹലാലാക്കാൻ അതിന് നിങ്ങൾ വഹാബിയുടെ അടുത്ത് പോവുക, ഞമ്മക്ക് അതിന് വകുപ്പില്ല. മനസ്സിലായില്ലേ? പണയം ഇസ്ലാം അനുവദിച്ചത് ഒരു വ്യക്തി ഒരു സംഖ്യ കടം കൊടുത്താൽ ആ കൊടുത്ത കടം അവധിക്ക് വീട്ടാൻ മനുഷ്യനാണ് ചിലപ്പോൾ എന്തെങ്കിലും പ്രതിബന്ധം കാരണം വീട്ടാൻ പറ്റാതെ വന്നെന്ന് വരും. അങ്ങനെ വരുമ്പോൾ ഈ പണയ വസ്തു പരസ്യമായി വിറ്റ് കിട്ടുന്ന കാശിന്റെ കൊണ്ട് തനിക്ക് കിട്ടാനുള്ള കാശ് ഈടാക്കുകയും ആ ഈടാക്കിയത് കഴിച്ചിട്ട് ബാക്കി വരുന്ന സംഖ്യ അയാൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാം. അപ്പോ ഈ പണയ വസ്തു ഉണ്ടായാൽ തന്റെ ധനം കൊടുത്ത കടം കൊടുത്ത കാശ് നഷ്ടപ്പെടൂല എന്ന് ഉറപ്പുവരുത്തുക എന്നല്ലാതെ ഇത് ഉപയോഗിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, കുല്ലു ഖർദിൻ ജറ മൻഫഅതൻ ഫഹുവ റിബ. കടം കൊടുത്തിട്ട് അങ്ങതാണ്. പിന്നെ നമ്മൾ അങ്ങോട്ട് കടം കൊടുത്തപ്പോ ഓൽക്കൊരു ഗുണം കിട്ടിയില്ലേ, അപ്പൊ ഞമ്മക്ക് ഇങ്ങോട്ട് ഒരു ഗുണം കിട്ടണ്ടേ എന്നൊക്കെ പറഞ്ഞ അതാ ഞാൻ ആദ്യം പറഞ്ഞു. പെണ്ണിട്ട് നോക്ക് വണ്ടിയും വരിയാണ്, എന്നാ തൽക്കാലം ഒരുത്തിനെ വിളിക്കുക, 500 കൊടുക്കുക, ഓക്കും കാര്യമായി നിങ്ങളെ കാര്യം നടന്നും ചെയ്ത് പറ്റുമോ? എന്താണ് ഖിയാസ് എന്നറിയോ? അതിന് പണ്ടേ ഞങ്ങളവിടെ അൽബിയാരുണ്ട്, മൂപ്പര് പറഞ്ഞത് മാത്തുക്കുട്ടീനെ ഖിയാസ് എന്നാ. അത് അപ്പൊ ഇവിടെ പച്ച പബ്ലിക്കിൽ ക്ലാസ്സിൽ പറയാൻ പറ്റൂല, കാരണം അത് കേട്ടിത്തിരിക്കണ പെണ്ണുങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടാവും, അവരുടെ പറയാൻ പറ്റൂല. അത് മാത്തുക്കുട്ടിനെ ഖിയാസാണ് നിങ്ങളാ പറഞ്ഞത്. അതൊന്നും മനുഷ്യന്മാരോട് പറയാൻ പറ്റുന്നതല്ല. കൂടുതൽ നിങ്ങൾക്ക് അതിനെ പറ്റി ചർച്ച ചെയ്ത് പഠിക്കണമെങ്കിൽ രാത്രി വന്നോളി. ഹജ്ജിന് പോകുമ്പോ ബോഡി ഇൻഷൂർ ചെയ്യലുണ്ടല്ലോ, അപ്പൊ അതെങ്ങനെയാണ്? അപ്പൊ ഹജ്ജ് ശരിയാവുമോ എന്നുള്ളത് ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. അത് ഹറാമാണോ അങ്ങനെ ഇൻഷൂർ ചെയ്യുന്നതെന്നുള്ളത് അറിയാൻ വേണ്ടി, ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നതല്ല, അത് തർക്കിക്കാൻ വേണ്ടി ചോദിക്കുന്നതല്ല, അറിയാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. നമ്മളെ എന്തെങ്കിലും അറിവില്ലായ്മ ചോദ്യത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഉസ്താദ് അത് പൊറുക്കുന്നു കരുതുന്നത്. നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെയാണ് ചോദിക്കുന്നത്, തർക്കിക്കാനല്ല. അങ്ങനെ ഒരു മനസ്സിലായില്ല എന്ന് ഞാൻ ഉണർത്തുകയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ അറിയാൻ താല്പര്യപ്പെടുന്നു. അസ്സലാമു അലൈക്കും. ഇൻഷുറൻസിനെ സംബന്ധിച്ച് വിശദമായി ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാബുസ്താദിന്റെ ഒരു പുസ്തകമുണ്ട്, ബാങ്കിങ്ങും ഇൻഷുറൻസും എന്ന് പറഞ്ഞിട്ട്. അതൊരു വട്ടം വാങ്ങി വായിച്ചാൽ ഒരുപാട് ഇൽമു കിട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇൻഷുറൻസ് ബോഡി ഇൻഷുറൻസ് ആയാലും വേണ്ടിയില്ല, ഫാമിലി ഇൻഷുറൻസ് ആയാലും വേണ്ടിയില്ല, വസ്തുവിന്റെ ഇൻഷുറൻസ് ആയാലും വേണ്ടിയില്ല, അതൊക്കെ അതിബളവും അള്ളാഹുവിന്റെ ഖളാ ഖദറിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാമോഹവും ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നാലതിരുകളുടെ പുറത്തു കടക്കലും ആകുന്നു. ഇന്നപ്പോ ഇവിടെ സൗദി അറേബ്യയിലൊക്കെ എല്ലാവർക്കും ഇൻഷുറൻസ് ഫർളാക്കിയെന്ന്. അതുകൊണ്ടൊന്നും അത് ഇസ്ലാമികമാണെന്ന് വരൂല. ഇപ്പൊ എല്ലാ തൊഴിലാളികളും ഇൻഷുറൻസാ, ഹജ്ജിനൊന്നും പോണ്ട. ഇവിടെ എല്ലാവർക്കും ഇൻഷുറൻസ് നിർബന്ധ, പല ജാതിയിലുള്ള ഇൻഷുറൻസ്. അതുകൊണ്ട് ഇസ്ലാമാണെന്നറിയില്ല. ഇവരുടെ തന്നെ വഹാബിയായ നേതാവായിരുന്ന കുറച്ചു കാലം മുമ്പ് മരിച്ചുപോയ ബിൻബാസ് അത് അനിസ്ലാമികമാണ്, അള്ളാഹുവും റസൂലും വിരോധിച്ചതാണ്, ചെയ്യാൻ പാടില്ല എന്ന് ഫത്വ കൊടുത്തത് കൊണ്ട് മുമ്പ് പല കമ്പനികളും നടത്തിയ ഇൻഷുറൻസ് സംഖ്യ മുഴുവനും തിരിച്ചടക്കുകയും അത് നിർത്തുകയും ചെയ്തു. അയാൾ വഫാത്തായതിനു ശേഷം പിന്നെ അത്ര ആജ്ഞാശക്തിയുള്ള പണ്ഡിതന്മാർ ഇവിടെ ഇല്ലാതെ വന്നപ്പോ ഇപ്പം ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു കാര്യമില്ല. അപ്പൊ ഒരു കാലത്തെ ഹറാമായത് പിന്നെ എങ്ങനെ ഇസ്ലാമായത്? അതിന് ഹജ്ജിനാണെങ്കിൽ വേണ്ടില്ല, അല്ലാത്ത കപ്പൽ യാത്രക്കായാലും വേണ്ടിയില്ല, കച്ചവടത്തിനായാലും വേണ്ടിയില്ല, എന്തിനാണെങ്കിലും അത് ബാങ്കിങ്ങിന്റെ കടുത്ത പലിശ വരുന്നതും അതിനേക്കാൾ വഞ്ചനാപരവും ആയ നിഷിദ്ധമായ ഒരു മാർഗമാണ്. ആ ഹജ്ജിന് ഉള്ളവര് ചെയ്താലും വേണ്ടിയില്ല, അല്ലാത്തവര് ചെയ്താലും വേണ്ടിയില്ല, ഹറാമാണ്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഹജ്ജിന് എന്ന് കണ്ടാൽ ഹജ്ജ് ഫർദ് ഉണ്ടാവില്ല എന്നാണ് ഈ KSM മുസ്ലിയാർ പണ്ട് ഫത്വ ചെയ്തത്. അറിയാം,
അങ്ങനെ എൻഷുർ ചെയ്തെങ്കിലേ ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ ഒരു നാട് പ്രഖ്യാപിച്ചു വെക്കുക. എന്നാ ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾക്ക് ഹജ്ജിന് ഫർളില്ല. ഞാൻ അറിഞ്ഞത് ഹജ്ജിന് പോകണമെങ്കിൽ ബോഡി ഇൻഷുർ ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹജ്ജിന് പോകേണ്ടതില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അത് വ്യക്തമായി പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ കേട്ടത്. ഇനി എന്തെന്നാണ് അതിന്റെ ശരിക്കുള്ളത് എന്നുള്ളത് എനിക്കറിയില്ല. ഹജ്ജിന് പോവുകയാണെങ്കിൽ ബോഡി ഇൻഷുറൻസ് നിർബന്ധമായിട്ട് വേണം എന്നാണ് എൻ്റെ അറിവ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹജ്ജിന് പോവേണ്ടതില്ലേ? അങ്ങനെ ചെയ്താൽ ഹജ്ജ് ശരിയാവില്ലേ എന്നാണ് അറിയേണ്ടത്. മൈക്ക് റിലീസ്. ഇയാൾ രാത്രി വന്നോളൂ നല്ലേ. ഇപ്പത്തെ ഈ സമയത്ത് പറ്റൂല. കാരണം അതിനായിട്ട് വെനക്കേണ്ട ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ പൊട്ടന്മാരായി കാത്തുത്തിരിക്കല്ലേ. ഹലോ, അസ്സലാമു അലൈക്കും. ഉസ്താദേ, എൻ്റെ കുട്ടിയുടെ ഹക്കീക്കത്ത്, കുട്ടി ജനിച്ചത് ഖത്തറിലാണ്. ആ കുട്ടിയുടെ ഹക്കീക്കത്ത് നാട്ടിൽ അടുത്തത് ഭാര്യനെ അറിയിച്ചില്ല. ഭാര്യ ആ സമയത്ത് ചൊടുപ്പിലാണ്. അതുകൊണ്ട് അതിന് വല്ല കുഴപ്പമുണ്ടോ? അസ്സലാമു അലൈക്കും. അവളോട് കുഴപ്പമൊന്നുമില്ല. അക്കീക്കത്തിറക്കേണ്ട കടമ ബാപ്പന്റെ പേരിലാണ്. ഉമ്മയും അക്കീക്കത്തുമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല. കാരണം 2 ലക്ഷ്യം പറഞ്ഞല്ലോ അക്കീക്കത്തിന്. ഒന്ന്, അല്ലാഹു തആല നമുക്കൊരു സന്താനത്തെ തന്നതിലുള്ള സന്തോഷം പ്രകടിപ്പിക്കലും, രണ്ടാമത് നമ്മുടെ തറവാടിനെ പരസ്യപ്പെടുത്തലും എന്ന്. ഈ പറഞ്ഞ രണ്ടാമത് പറഞ്ഞത് ഉമ്മയായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വിഷയമാണ്. തറവാട് എന്നത് ഇസ്ലാം ശരീഅത്തനുസരിച്ച് വാപ്പക്കാണ്. അപ്പൊ അത് വാപ്പ ചെയ്യേണ്ട കടമയും വാപ്പയുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതും ആവുന്നു. ഉമ്മ ചെയ്യൽ ഉണ്ട്. വാപ്പയില്ലാതെ ജനിക്കുന്ന ജാരസന്തതിയാണെങ്കിൽ അതിൽ ഉമ്മ ചെയ്യാം എന്നുണ്ട്. എല്ലാത്തോടത്തും ഉമ്മക്ക് അതിൽ ബന്ധമൊന്നുമില്ല. അപ്പൊ ഉമ്മ അറിഞ്ഞാലും അറിഞ്ഞിട്ടില്ലെങ്കിലും വാപ്പ ആണ് ചെയ്യേണ്ടത്. വാപ്പ ചെയ്താൽ ആ സുന്നത്ത് കിട്ടും, അതുകൊണ്ടുള്ള കടമയും വീടും. ജനിച്ച സ്ഥലത്ത് തന്നെ അറക്കണം എന്ന് നിർബന്ധമില്ല. അത് നമ്മൾ പറഞ്ഞല്ലോ. കുട്ടിയുടെ നാട്ടിലാവാം, അല്ല വാപ്പുള്ള സ്ഥലത്താവാം, അല്ലെങ്കിൽ വാപ്പാന്റെ നാട്ടിലാവാം, ഒക്കെ ആവാം. പക്ഷെ കുട്ടിയുള്ള സ്ഥലത്ത് അവൽ നല്ലതാണ്. അല്ലാത്ത സ്ഥലത്ത് വെച്ച് അർത്താലും കുഴപ്പമില്ല. അറക്കേണ്ടത് വാപ്പയാണ്. അത് മറ്റൊരാളുടെ അറിവിന്റെയോ അനുവാദത്തിന്റെയോ ആവശ്യവും അതിൽ ഇല്ല. തലമുടി കുറപ്പിക്കുന്ന അവിടെ താടി കുറയ്ക്കണം. ഇതുകൊണ്ട് ഒന്ന് ശരിയാവോ, കുളി നിർബന്ധമാവാ, കുളി ശരിയാവോ എന്നാണ് ശബ്ദം വളരെ കുറവാണ്. തലമുടിയോ താടിയോ കറുപ്പിച്ചാൽ വുദു സഹിയാകുമോ? ജനാബത്ത് കുളി ഉണ്ടായാൽ കുളി സഹിയാകുമോ എന്നാണ് ചോദ്യം. തലമുടിയും താടിയും കറുപ്പിക്കൽ ഹറാമാണ്. അത് പുരുഷനാണെങ്കിലും ഹറാമാണ്, സ്ത്രീക്കാണെങ്കിലും ഹറാമാണ്. പക്ഷേ ഈ കറുപ്പിച്ചത് നിറം മാത്രമേ ഉള്ളൂ, തടിയില്ലാത്തതാണ്. ഉദാഹരണം മൈലാഞ്ചി പോലെ നിറമേ ഉള്ളൂ, തടിയില്ല എങ്കിൽ വുദു സഹിയാവും, കുളിയും സഹിയാവും. അതേ സമയത്ത് പൈന്റ് പോലെ തടിയുള്ളതാണെങ്കിൽ കുളിയും സഹിയാവൂല, വുദുവും സഹിയാവൂല. രണ്ടായാലും ഹറാമാണ്. മനസ്സിലായില്ലേ? കറുപ്പ് നിറം മാത്രമുള്ള മൈലാഞ്ചി പോലത്തതാണെങ്കിൽ ഹറാമാണ്, പക്ഷെ കുളിയും വുദുവൊക്കെ സഹിയാവും. അതേ സമയത്ത് പൈന്റ് പോലെയുള്ള തടിയുള്ളതാണെങ്കിൽ ഹറാമോ ആണ്, കുളി വുദു പോലത്തത് സഹിയാകാതെയും വരും. ഉസ്താദ്, ഒരു ഇസ്തിഹാസ ചോദ്യമാണ്. ഉസ്താദ് കുറെ പ്രാവശ്യം മറുപടി പറഞ്ഞൊരു ചോദ്യമാണെങ്കിൽ ഒരു സഹോദരി
ചെറിയ പ്രശ്നത്തിലായിട്ട് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് ഇൻഷാല്ലാ. ദമാമിൽ നിന്ന് ഉംറയ്ക്ക് ഇഹ്റാം കെട്ടിയ ശേഷം പിന്നെ ബസ്സിൽ വന്നു. പക്ഷെ ഇഹ്റാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് മെൻസസ് ആയത്. അങ്ങനെ അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ആളിപ്പോ തിരിച്ചും വന്നിട്ടുണ്ട്. ഇനിയിപ്പം അത് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇൻഷാല്ലാ ഉസ്താദ് കുറെ പ്രാവശ്യം പറഞ്ഞ മറുപടിയാണെങ്കിൽ സഹോദരി കേട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ സംശയിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഇൻഷാല്ലാ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശുദ്ധിയാവുന്നതുവരെ കാത്തു നിൽക്കുകയും ശുദ്ധിയായതിനു ശേഷം തവാഫും സഅയും ചെയ്ത് മുടി മുറിക്കുകയും ചെയ്യുക. ഉംറയായിരിക്കും ചോദ്യം എന്ന് ഉദ്ദേശിക്കുന്നതല്ല. അപ്പൊ ഹജ്ജിന്റെ സമയമല്ലല്ലോ. ഇനി ഹജ്ജാണെങ്കിൽ അത് വലിയ പ്രശ്നം വരും. ഹജ്ജല്ല ഉംറയാണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഉംറക്കാണല്ലോ പോലെ. അങ്ങനെയാണെങ്കിൽ ഇഹ്റാമിൽ തന്നെ നിൽക്കണം. അതാണ് തന്നെ ഉംറന്റെ ഇഹ്റാമിൽ തന്നെ നിൽക്കണം. കാരണം മെൻസസ് ഉണ്ടായി എന്നത് കൊണ്ടിട്ട് ഇഹ്റാം ബാത്തിലാവൂല. അപ്പൊ ഉംറയുടെ അല്ലെങ്കിൽ ഹജ്ജിന്റെ രണ്ടായാലും ഇഹ്റാം ചെയ്യുമ്പം തന്നെ അയലുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇഹ്റാം ചെയ്തതിന് ശേഷം അയലുണ്ടായാലും കുഴപ്പമില്ല. ഇഹ്റാം അങ്ങനെ തന്നെ നിലക്കും. പക്ഷേ ശുദ്ധിയുള്ള സമയത്ത് തവാഫ് ചെയ്യാൻ പറ്റുള്ളൂ മാത്രം. അപ്പൊ ആള് ഇപ്പോൾ ഇഹ്റാമിലാണ് ഉള്ളത്. ഇഹ്റാമിലുള്ള ആള് ശുദ്ധിയായി കഴിഞ്ഞാൽ കുളിച്ച് തവാഫും സഅയും ചെയ്ത് മുടി മുറിച്ച് തഹല്ലുലാവണം. അതുവരെ ഇഹ്റാമിൽ തന്നെയാണ് ആള് ഉള്ളത്. അസ്സലാമു അലൈക്കും. ഉസ്താദ് കേൾക്കുന്നുണ്ട് വിചാരിക്കുന്നു. ഇത് റജബ് 27 രാത്രിയിലും പകലിലും പ്രത്യേകമായ ദിക്റോ സ്വലാത്ത് അതുപോലെ ദുആ എന്നുണ്ടെന്നും അറിയാൻ താല്പര്യമുണ്ട് സാർ. അസ്സലാമു അലൈക്കും. പ്രത്യേകമായ ദിക്റും ദുആവും എന്നുള്ളതായിട്ട് എന്റെ അറിവിലില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്റാ മിഅ്റാജിലൂടെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും തങ്ങൾ മുഖേന ഉമ്മത്തുകളായ നമുക്കും ചെയ്തു തന്ന ഏറ്റവും വലിയൊരു നിഅമത്താവുന്ന വലിയൊരു അനുഗ്രഹം ചെയ്ത ദിവസമായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ശുക്ർ, നന്ദി എന്ന നിലക്ക് സ്വാലിഹായ അമലുകൾ പരമാവധി വർദ്ധിപ്പിച്ച് അള്ളാഹുവിന് നന്ദി ചെയ്യുക. അത് ഖുർആനോത്താകാം, ദിക്റാകാം, ദാനധർമ്മങ്ങളാകാം, ഉംറയാവാം, നിസ്കാരമാകാം, പകൽ സമയത്ത് നോമ്പാവാം, ഒക്കെ ആകാം. എന്നാൽ 27 അന്ന് പകൽ പ്രത്യേകം സുന്നത്ത് നോമ്പുള്ളതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകമായ ദിക്റുകളോ ദുആകളോ ഉള്ളതായി അറിവിൽപ്പെട്ടിട്ടില്ല. എന്നാൽ ഏറ്റവും വലിയ നിഅമത്ത് ലഭിച്ച ദിവസം കഴിയുന്നത്ര സ്വാലിഹായ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആ നിഅമത്തിന് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. അസ്സലാമു അലൈക്കും ഉസ്താദ്. സത്യമായിട്ടും പഠിക്കാൻ വേണ്ടി തന്നെയാണ് ചോദിക്കുന്നത്. ഞാൻ പൊതുവരെ കാത്തു നിന്നാണ് മറ്റുള്ളവർക്ക് കഴിയാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ. ഈ ബോഡി ഇൻഷുർ ചെയ്യാതെ ഹജ്ജിന് പോകാനുള്ള വല്ല ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അങ്ങനെ പോയാൽ അത് ശരിയാവില്ല എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ട് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പോ അതിന്റെ ഒരു ശരിയായ മറുപടി പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും. ഹജ്ജ് ശരിയാകുക എന്ന് പറയുന്നത് ഒന്ന് വേറെയാണ്, ഹജ്ജ് വുജൂബാകുക എന്ന് പറയുന്ന ഒന്ന് വേറെയാണ്. ഒരു വിഷയത്തെ പറ്റി ഒരു സാമാന്യ അറിവില്ലാതെ ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുന്ന മജ്ലിസിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഒന്നായിട്ടൊരു വിഷയം ആദ്യ അവസാനം ഓതി പഠിപ്പിച്ച് മനസ്സിലാക്കി തരാനുള്ള സാവകാശമുള്ള സമയമല്ല ഇത്. ഹജ്ജ് ഫർളാവാൻ ചില ഷർത്തുകളുണ്ട്, ഹജ്ജ് സഹീഹാകാൻ മറ്റ് ചില ഷർത്തുകളാണുള്ളത്. ഹജ്ജ് സഹീഹാകും എന്നതുകൊണ്ട് ഫർളായിക്കൊള്ളണം എന്നില്ല. ഒരു ഹറാമായ കാര്യം ചെയ്തെങ്കിലേ ഹജ്ജിന് പോകാൻ പറ്റൂ എന്ന് കണ്ടാൽ ഹജ്ജിന് പോകൽ ഫർളില്ല.
എന്ന് പറഞ്ഞാൽ അയാൾ ഹജ്ജ് ചെയ്യാത്തതിന്റെ പേരിൽ അള്ളാഹുത്തല അയാളെ ശിക്ഷിക്കൂല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഒരാൾ കുറെ പൈസ, നിങ്ങൾ നേരത്തെ പറഞ്ഞേക്ക് കാറ് പലിശക്ക് കൊടുത്തുകാണ്ട് ആ പലിശ പൈസയായിട്ട് ഹജ്ജിന് പോയി ഓട്ടിക്കോളി. ഈ ഹജ്ജ് കഴിഞ്ഞിട്ട് ഒരു മോല്യാരോട് നിങ്ങൾ ചോദിച്ചു നോക്കി ആ ഹജ്ജ് സഹിയാണോന്ന്. സഹിയാണ് എന്നാ ഫത്വ പറയാം. പലിശന്റെ പൈസ കൊണ്ട് ഹജ്ജിന് പോയി, എന്നാ ഹജ്ജ് സഹിയാവോ? സഹിയാവും. എന്നാ ചെയ്ത ഹജ്ജ് ഹറാമല്ലേ? ആ ഹറാമാണ്. പലിശ പൈസയായിട്ട് ഹജ്ജിന് പോലെ ഹറാമാണ്. എന്നാ അതുകൊണ്ട് ഹജ്ജ് ചെയ്താൽ സഹിയാവോ? സഹിയാവും. ഒരു ഹറാമായ കാര്യം ചെയ്തെങ്കിലേ ഹജ്ജിന് പോകാൻ പറ്റൂ. എന്നാ അയാൾക്ക് ഹജ്ജിന് പോകൽ ഫർളില്ല. പക്ഷെ ആ ഹറാമായ കാര്യം ചെയ്തുകൊണ്ടാണ് അയാൾ ഹജ്ജിന് പോയത്. എന്നാ ഹജ്ജ് സഹിയാവോ? സഹിയാവും. അത് രണ്ടും ഒന്നല്ല ബീബേ. സഹിയാകുക എന്നറിയണമെന്ന് വേറെയാണ്, വുജൂബാകുക എന്നറിയണമെന്ന് വേറെയാണ്. കുടിക്കാൻ വേണ്ടി പള്ളിന്റെ അടുത്ത് തല്ലാജിൽ വെള്ളം വെച്ചിരുന്നു, അതെടുത്തിട്ട് ഉദു ചെയ്തത് ഹറാമാ. അങ്ങനെ ഉദു ചെയ്ത് നിസ്കരിച്ചാൽ നിസ്കാരം സഹിയാണ്. അവിടെ ആ ഉദു എടുത്തിട്ട് ആ വെള്ളം കൊണ്ട് ഉദു എടുത്ത് നിസ്കരിക്കൽ ഇസ്ലാമിന് ഫർളുണ്ടോ? ഇല്ല. ഫർളുണ്ടോ എന്നല്ല, ഹറാമാണ്. അയാൾ എന്താ വേണ്ടത്? വേറെ വെള്ളം ചെയ്ത് തേമം ചെയ്ത് നിസ്കരിക്കണം. പക്ഷെ ഇയാൾ ഈ വെള്ളം കൊണ്ട് ഉദു എടുത്ത് നിസ്കരിച്ചു, എന്നാ നിസ്കാരം സഹിയാണോ? സഹിയാണ്. പക്ഷെ ചെയ്ത പണിയോ? ഹറാമാണ്. അതൊക്കെ വേറെ വേറെ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. വളരെ നന്ദിയുണ്ട് ഉസ്താദേ, സംഗതി മനസ്സിലായിട്ടുണ്ട്. അതായത് ഒരാളെത്തും തട്ടിപ്പറിച്ചിട്ട് വസ്ത്രത്തിൽ നിസ്കരിച്ച നിസ്കാരം ശരിയാവും, പക്ഷെ ചെയ്ത് ഹറാമാണ് എന്ന രൂപത്തിൽ മനസ്സിലായിട്ടുണ്ട്. അത് തിരിഞ്ഞിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ഇങ്ങനെ ബോഡി ഇൻഷൂർ ചെയ്യാതെ പോകാൻ വല്ല ഓപ്ഷനും ഉണ്ടോ ഹജ്ജിന്? ഒരാളിങ്ങനെ ബോഡി ഇൻഷൂർ ചെയ്തിട്ട് പോവാണ്, ഹജ്ജ് ഫർദില്ലല്ലോ അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളോട് പറഞ്ഞു കൊടുക്കാൻ വല്ല മാർഗവും വേറെ ഉണ്ടോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. ഞാൻ പഠിക്കാൻ വേണ്ടി തന്നെയാണ് ഉസ്താദേ ചോദിക്കുന്നത്. അസ്സലാമു അലൈക്കും. എനിക്ക് നിങ്ങളുടെ നാട്ടിലെ വർത്തമാനങ്ങളൊന്നും അറിയില്ല. ഞാൻ 10-20 കൊല്ലം കഴിഞ്ഞു ഇവിടെ ആയിട്ട്. ഞങ്ങൾക്ക് ഇവിടെ ഏതായാലും ഇൻഷുർ ചെയ്യേണ്ട ആവശ്യമില്ല ഹജ്ജിന് പോകാൻ. മനസ്സിലായില്ലേ? ഒരു 20 കൊല്ലം കഴിഞ്ഞു ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ ആയിട്ട്. 21ാമത്തെ കൊല്ലം അപ്പൊ ഈ വരുന്നത്. അപ്പോ ഈ കാലത്തിനിടയിൽ ഞങ്ങളോട് ഇവിടെ ഗവൺമെന്റ് ഇൻഷുർ ചെയ്യണം ഹജ്ജിന് പോകാൻ എന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങളെ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞണോ? മുമ്പ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞണോന്ന് എനിക്കറിയില്ല. അറിയുമെങ്കിൽ അവിടെ നാട്ടിലുള്ള ഏതെങ്കിലും മൗലവിമാരോട് ചോദിച്ചാളി, അതിനെ പറ്റിയിട്ട് അറിയണവരോട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എനിക്ക് ചടിയല്ല, നേരത്തെ ഒന്നും കൂടി ക്ലിയർ ആക്കാൻ വേണ്ടി അവർ വീണ്ടും PM ചെയ്തിരുന്നു. അതായത് അവര് ശുദ്ധിയാകാതെ പിന്നെ ദമാമിലേക്ക് തന്നെ തിരിച്ചു വന്നു. അപ്പൊ അതുപോലെ ഒരുപാട് പേര് അങ്ങനെ വന്നിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഈ ആൾക്കാരെല്ലാവരും നിർബന്ധമായിട്ടും തിരിച്ചു വീണ്ടും മക്കത്തേക്ക് തന്നെ പോയിട്ട് പിന്നെ തവാഫും സഅയും പൂർത്തിയാക്കി തന്നെ ഇഹ്റാമെന്ന് പിരിയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ മറ്റു മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കാരണം കുറെ ദിവസങ്ങളായിട്ട് പല പ്രാവശ്യമായിട്ട് വന്ന ഒരുപാട് പേര് അതുപോലത്തെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഞാൻ അവര് മക്കത്ത് നിന്നിട്ടില്ല, മക്കത്ത് നിന്ന് ശുദ്ധിയാകുന്നതിന് മുമ്പ് തന്നെ ബസ്സിൽ പോയതുകൊണ്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വേറെ മാർഗങ്ങളുണ്ടോ എന്നുകൂടി അവർ അന്വേഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ദമാമെന്നും ജിയാളെന്നും ഒക്കെ വരുന്നവിടെ അധികവും നമ്മളെ സുന്നി സംഘടനകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഘങ്ങളിൽ പോരുകയാണെങ്കിൽ അതിലൊക്കെ ഏതെങ്കിലും ഉസ്താദന്മാര് അമീറന്മാരുണ്ടാവുമല്ലോ. അവര് ഈ കാര്യങ്ങൾ ചോദിച്ചാൽ അവര് തന്നെ പറഞ്ഞു തരും. സംഗതി ഇഹ്റാമിൽ നിന്നിട്ട് തഹല്ലുലാകണമെങ്കിൽ നിയമപ്രകാരം തവാഫും സഅയും ചെയ്ത് തഹല്ലുലാകുക തന്നെ വേണം. ഇനി തിരിച്ചു പോയി ഇനി ഇങ്ങോട്ട് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം, പ്രതിബന്ധം നേരിട്ടു എങ്കിൽ ഒരു മൃഗത്തെ ബലിയറുത്ത് സദഖ ചെയ്ത് ഇഹ്സാന തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടു കൂടി ബലിയറുത്ത് അതിന്റെ ശേഷം മുടി മുറിച്ച് തഹല്ലുലാകുക. ഇത് മാത്രമാണ് പിന്നെ അതിനുള്ള വഴി.
ഇനി വേറൊരു വഴി ഉണ്ടായിരുന്നു, പക്ഷെ അത് അവർ ചെയ്തിട്ടില്ലല്ലോ. അത് നമ്മൾ ഹജ്ജ് ക്ലാസ്സിലൊക്കെ എപ്പോഴും പറയുന്നതാണ്. സ്ത്രീകളൊക്കെ ആവുമ്പം ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പ്രത്യേകം ഇളാഹിൽ ഉണർത്തിയ കാര്യവുമാണ്. ഹൈദ് പോലെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടായിട്ട് ഹജ്ജോ ഉംറയോ പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യം വരാൻ സാധ്യതയുള്ള സ്ത്രീകൾ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ ഷർത്ത് വെക്കുക, ഈ ഉംറക്ക് അല്ലെങ്കിൽ ഈ ഹജ്ജിന് പൂർത്തിയാക്കാൻ പറ്റാത്ത തടസ്സം നേരിടുകയാണെങ്കിൽ ഞാൻ തഹല്ലുലാകും എന്ന് ഷർത്ത് വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യൽ സുന്നത്താണ് സ്ത്രീകൾക്ക് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ഈ ഹജ്ജ് വേളയിൽ അല്ലെങ്കിൽ ഉംറ വേളയിൽ അത് പൂർത്തിയാക്കാൻ പറ്റാതെ മെൻസസ് വരാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സ്ത്രീകളൊക്കെ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് തന്നെ ഇങ്ങനെ തടസ്സം നേരിട്ടാൽ തഹല്ലുലാവും എന്ന് ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്താൽ അവരെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ഇങ്ങനെ മെൻസസ് കൊണ്ട് ഉംറ പൂർത്തിയാക്കാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വന്നാൽ തഹല്ലുലാവുന്നു എന്ന നെയ്യത്തോടുകൂടി മുടി മുറിച്ചാൽ മാത്രം മതി, വേറൊന്നും വേണ്ട, തഹല്ലുലാവും. പക്ഷെ അതിനത് ഇഹ്റാം ചെയ്യുമ്പോൾ കരുതണം, ഈ ചോദിച്ച ആളുകൾ അത് ചെയ്തിട്ടില്ലല്ലോ. അത് ഈ ഹജ്ജ് ഉംറക്ക് വേണ്ടിയിട്ട് സംഘം നടത്തുന്ന ഉസ്താദന്മാരൊക്കെ പ്രത്യേകിച്ച് അതിൽ വരുന്ന സ്ത്രീകളോടും അവരുടെ ഭർത്താക്കന്മാരോടും പറഞ്ഞു കൊടുക്കേണ്ട നിർബന്ധമായ ഒരു ഇൽമാണ്. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് പലപ്പോഴും അത് പ്രശ്നം വരും, അത് ആ കുടുംബത്തിനെ ബാധിക്കും. അതുകൊണ്ട് ക്ലാസ്സിൽ അത് ഉണർത്തുക. സ്ത്രീകൾക്ക് അവിടെ കുഴപ്പമൊന്നുമില്ല, തടസ്സം നേരിട്ടാൽ തഹല്ലുലാവും എന്ന് ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്താൽ മാത്രം മതി. തടസ്സമില്ലെങ്കിൽ സാധാരണ പോലെ ചെയ്യുക. തടസ്സം വന്നാൽ വെറുതെ മുടി മുറിച്ചാൽ മാത്രം തഹല്ലുലായി, വേറെ അതിനൊന്നും ചെയ്യണ്ട. അത് ചെയ്യാത്ത സാഹചര്യത്തിൽ പിന്നെ ഇഹ്സാറിന്റെ തഹല്ലുൽ എന്നൊരു വഴി മാത്രമേ ഉള്ളൂ. അത് ഖുർആനിൽ പറഞ്ഞു, ഉംറയ്ക്ക് ഇനി തിരിച്ചു പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് അത് ഉണ്ടാകാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സുന്നത്തായ ഉംറയ്ക്ക് സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ഒരു പക്ഷേ ഭർത്താവ് അല്ലെങ്കിൽ മഹറം കൂടെ വേണം. അവർക്ക് പോകാൻ സൗകര്യപ്പെടാതെ വന്നാൽ ഇവർക്ക് തിരിച്ചൊറ്റയ്ക്ക് പോകാൻ പാടില്ല. അപ്പൊ തിരിച്ചു പോകാൻ പാടില്ലാത്ത സാഹചര്യം നിലവിലുണ്ടാവുമ്പോൾ ഇഹ്സാർ വരും. അങ്ങനെ ഒരു ആടിനെ ഷർത്തൊത്ത 2 വയസ്സ് കുറയാത്ത 2 വയസ്സ് പൂർത്തിയായ ഐബില്ലാത്ത ഒരാട്ടിനെ വാങ്ങി ഇഹ്സാറിന്റെ തഹല്ലുലാവുന്നു എന്ന നിയ്യത്ത് ചെയ്ത് ആ ആടിനെ അറുത്ത് എന്നിട്ട് ഇഹ്സാറിന്റെ തഹല്ലുലാവുന്നു എന്ന നിയ്യത്തോടുകൂടി മുടി മുറിച്ചു എങ്കിൽ തൽക്കാലം തഹല്ലുലായി കിട്ടും. ഇതേ വഴിയുള്ളൂ. പക്ഷെ ഈ ഒരു പ്രതിബന്ധം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം ഇളാഹിൽ ഉണർത്തിയത്. ഹജ്ജിന് അല്ലെങ്കിൽ ഉംറയ്ക്ക് പോകുന്ന സ്ത്രീകൾ ഇങ്ങനെയുള്ള മെൻസസ് പോലെയുള്ള പ്രതിബന്ധങ്ങൾ ഉണ്ടാകും എന്ന് തോന്നിയാൽ ഇഹ്റാം ചെയ്യുന്ന സമയത്ത് തന്നെ ഹജ്ജ് അല്ലെങ്കിൽ ഉംറ പൂർത്തിയാക്കാൻ പറ്റാത്ത പ്രതിബന്ധം നേരിട്ടാൽ ഞാൻ തഹല്ലുലാവും എന്ന ഷർത്ത് വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യാം. അത് ബഹുമാനപ്പെട്ട ദുബാത്ത് ബിന്ദു സുബൈർ എന്ന അറിയപ്പെടുന്ന നബിതങ്ങളുടെ മൂത്താപ്പാന്റെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന് പോകുന്ന സമയത്ത് അവര് ഒരുങ്ങാത്ത കണ്ടപ്പോ നിങ്ങളെന്താ പോരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് നല്ല സുഖമില്ല, യാത്ര പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പം നബിതങ്ങൾ പറഞ്ഞു, ഹജ്ജി വസ്തരുത്തി, ഹജ്ജിനെ ഇഹ്റാം ചെയ്തു ഷർത്ത് വെച്ച് കണ്ട്. എന്താ പറയാ, അല്ലാഹു മഹല്ലി ഹൈസു അബസ്തനി, എനിക്ക് എവിടെ വെച്ചിട്ടാണോ തടസ്സം നേരിടുന്നത് അവിടെ വെച്ച് ഞാൻ തഹല്ലുലാകും എന്ന ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്തോ എന്ന് ലുബാത്ത് ബിന്ത് സബീർ, ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിന്റെ മൂത്ത മക്കളിൽപ്പെട്ട ഒരു മകനാണ് സബീർ, അയാളുടെ മകളാണ് ഈ ലുബാ, തങ്ങളുടെ മൂത്താപ്പാന്റെ മോള്, അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്തെങ്കിലും അല്ലാഹു തആല തൗഫീഖ് കൊടുത്തിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ അവർക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ സാധിച്ചു. ഈ അടിസ്ഥാനത്തിൽ ഒക്കഹാക്കളൊക്കെ പറഞ്ഞു ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു പെണ്ണുങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യൽ ശ്രദ്ധിക്കണം. കാരണം എന്നാൽ ഇങ്ങനെയുള്ള പ്രതിബന്ധങ്ങൾ വരില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ഉണർത്തേണ്ടതും സ്ത്രീകൾ അത് ചെയ്യൽ നല്ലതുമാണ് എന്ന് പ്രത്യേകം നബി ഇമാം തങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. വന്നത് ഇഹ്സാറിന്റെ തഹല്ലുലാകുക, മേലിൽ അങ്ങനെ പോകുന്ന സമയത്ത് ഇഹ്റാം ചെയ്യുമ്പോൾ ഷർത്ത് വെച്ച് ഇഹ്റാം ചെയ്യുക, എന്നാൽ ഒരു പ്രശ്നവുമില്ല. ഓക്കെ. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യമുണ്ട് ഉസ്താദെ, ഇപ്പൊ വന്ന ചോദ്യമാണ്. 4 മാസം ഭർത്താവ് ഭാര്യയുമായി തീരെ ബന്ധപ്പെടാതിരുന്നാൽ ഫസ്ഖ് ചെയ്യാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. ഇൻഷാ അല്ലാഹ്.
റിലീസ് ചെയ്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇല്ല 4 മാസം ഭാര്യ ഭർത്താവുമായി തീരെ ബന്ധപ്പെടാതിരുന്നു എന്നതുകൊണ്ട് ഭാര്യക്ക് ഫസ്ഖ് ചെയ്യാൻ പറ്റുകയില്ല. ഈലാഹ് ചെയ്തെങ്കിൽ അതിൽ വകുപ്പ് വേറെ. ഞാൻ എന്റെ ഭാര്യയുമായി ബന്ധപ്പെടൂല എന്ന് പറഞ്ഞ് 4 മാസത്തിലധികം ഉള്ള കാലം സത്യം ചെയ്യുകയോ കാലം നിർണയിക്കാതെ സത്യം ചെയ്തിട്ട് 4 മാസം കഴിയുകയോ ചെയ്താൽ ഈലാഹിൻ പേരിൽ ഒരുപക്ഷെ തലാഖ് അല്ലെങ്കിൽ കാവട്ടെന്ന് ചൊല്ലും. അതല്ലാതെ ഫസ്ഖ് ചെയ്യാൻ അതിന് വകുപ്പില്ല. ഫസ്ഖ് ചെയ്യാൻ ആ വകുപ്പിൽ ഈ പുരുഷന് ഒരു പുരുഷൻ എന്ന നിലക്ക് ശാരീരിക ധർമ്മം നിർവഹിച്ചു കൊടുക്കാൻ കഴിവില്ല എന്ന് ഒരു കോടതിയിൽ സ്ഥിരപ്പെട്ട് 1 കൊല്ലം കാത്തുന്നാലേ ഫസ്ഖ് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഈ പെണ്ണിന് ഇയാൾ ചെലവ് കൊടുക്കാൻ കഴിവില്ലാത്ത ആളാണ് എന്ന് സ്ഥിരപ്പെട്ടാലേ ഫസ്ഖ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, സമയം പങ്കൊടുക്കാനാണ്. ബാക്കിയുള്ള ആളുകൾ ക്ഷമിക്കുക. സമയം പങ്കൊടുക്കാൻ കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ.